സഹോദരി സഹോദരന്മാരെ, എന്നോട് ഇന്ന് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങയുടെ കുടുംബജീവിതവും ആശ്രമജീവിതവും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നാണ് എൻ്റെ മുന്നിലുള്ളൊരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കുവാനുള്ള കാരണം, ഈ തലമുറയിൽ നാം കാണുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം കുടുംബജീവിതമില്ലാത്തവരാണ്. അപ്പോൾ നാം ഇതുവരെ വിചാരിച്ചത് ഇങ്ങനെയായിരിക്കും സന്യാസമെന്ന് നാം വിചാരിച്ചിരിക്കുകയാണ്. കുടുംബജീവിതമില്ലാത്തവർക്ക് വാസ്തവത്തിൽ സന്യസിക്കാൻ ഒന്നുമില്ലത്രേ. പുരാണ ഇതിഹാസങ്ങളിലേക്കും ശ്രുതിസ്മൃതികളിലേക്കുമൊക്കെ നാം ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജീവിതമില്ലാത്തവർ സ്ഥിരമായി എന്നും ഏത് വയസ്സുകാലത്തും അവരെ ബ്രഹ്മചാരി എന്ന് മാത്രമാണ് പറയുക. ജൈമിനി 150 വയസ്സിലും ബ്രഹ്മചാരിയായ ജൈമിനി എന്ന പേരിലാണ് അത്ര അറിയപ്പെട്ടിരുന്നത്. ശുഗൻ എക്കാലത്തും ബ്രഹ്മചാരിയായ ശുഗബ്രഹ്മർഷി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കുടുംബജീവിതം എന്നുള്ളത് സന്യാസി ശ്രേഷ്ഠന്മാർക്കും ദിവ്യാത്മാക്കൾക്കും ഒരിക്കലും യോജിച്ചത് അല്ല എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വ്യാസഭഗവാൻ പത്നി സമേതനായിട്ടായിരുന്നു തൻ്റെ ഗുരുകുല ശിഷ്യ സമ്പത്തിനെ മുഴുവൻ കൊണ്ടു നടന്നിരുന്നത്. വസിഷ്ഠ ഭഗവാൻ പത്നി സമേതനായിട്ടായിരുന്നു. അവതാര പുരുഷന്മാരെല്ലാവരും ഇന്നുള്ള ഭഗവാൻ സത്യസായി ബാബയും മാതാ അമൃതാനന്ദമയും ഒക്കെ ഒഴിച്ച് മുമ്പ് കാലങ്ങളിലെല്ലാം ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും എല്ലാം വിവാഹിതരായിക്കൊണ്ടായിരുന്നു അവരുടെ ജീവിതം നയിച്ചിരുന്നത്. വിവാഹം കഴിക്കാത്തവരുമുണ്ട് എന്ന കാരണത്താൽ വിവാഹവും കുടുംബജീവിതവും സന്യാസത്തിന് ഒരിക്കലും എതിരായി മാറുന്നില്ല. നാം ഇവിടെ ആവർത്തിച്ച് ഭഗവത്ഗീതയെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ്റെ ശരീരം കൊണ്ടുള്ള ഒരു തലത്തിലുള്ള സന്യാസവും സന്യാസമല്ല എന്നുള്ളതാണ്. ശരീരം കൊണ്ട് നാം എന്ത് സന്യസിച്ചിട്ടും കാര്യമില്ല. സന്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം ത്യാഗം എന്നാണ്, ത്യജിക്കുക എന്നാണ്. ശരീരം കൊണ്ട് എന്ത് ത്യജിച്ചിട്ടും കാര്യമില്ല. മനസ്സുകൊണ്ട് ത്യജിക്കുന്നില്ലെങ്കിൽ അത് വളരെ വലിയ പാപമായി തീരുന്നു. അപ്പോൾ ശരീരം കൊണ്ടുള്ള ത്യാഗത്തെക്കാൾ ഏറ്റവും വലുതാണ് മാനസികമാകുന്ന ത്യാഗം എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ സന്യാസയോഗത്തിലും കർമ്മയോഗത്തിലും ആവർത്തിച്ച് അർജുനനോട് പറയുന്നു, ഹേ അർജുന, കർമ്മസന്യാസം സന്യാസമല്ല എന്ന്. യാതൊരുവിധ കർമ്മങ്ങളെയും സന്യസിക്കുന്നത് സന്യാസമല്ല. അപ്പോൾ ശാരീരികമല്ല സന്യാസം എന്ന് പറയുന്നത്, സന്യാസം മാനസികമാണ്. കുടുംബജീവിതം പരിപൂർണമായും വിജയിപ്പിച്ചവൻ തന്നെയാണ് സന്യാസത്തിലേക്ക് പോകേണ്ടത്. ഞാൻ സന്യസിക്കുന്നത് നൈരാശ്യം കൊണ്ടല്ല, നിരാശ കൊണ്ടല്ല, എൻ്റെ കുടുംബജീവിതത്തിലെ പരാജയം കൊണ്ടുമല്ല. ഞാൻ സന്യസിക്കുന്നത് ഇത് ഈശ്വര ഇച്ഛയാണ്, എൻ്റെ ഗുരുവിൻ്റെ സങ്കല്പമാണ്. അതുകൊണ്ടാണ് ഞാൻ സന്യാസത്തിലേക്ക് പോകുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പകുതി പറഞ്ഞു നിർത്തി ഞാനൊരു കാലത്ത് സന്യസിച്ചിരുന്നു എന്നുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ പ്രശാന്തിയിലേത്തിൽ ഭഗവാനോടൊപ്പം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഒരു 6 മാസം ഞാൻ വിട്ടുനിന്നു. ഭഗവാൻ എന്നോട് ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കാൻ പറഞ്ഞപ്പോൾ അതെല്ലാം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, അതിലെല്ലാം കാഷായ വസ്ത്രധാരികളായിരുന്നു വ്യാസനും വസിഷ്ഠനുമെല്ലാം. അപ്പോൾ ഞാനും എൻ്റെ വേഷം മാറ്റി കാഷായ വസ്ത്രമാകാം എന്ന് തീരുമാനിച്ചു. തല മൊട്ടയടിച്ചു, കാവ്യവസ്ത്രമെടുത്തു, കാവ്യമുണ്ടും കാവ്യ ഷർട്ടുമായി. എന്നിട്ട് ആദ്യം ഞാൻ ഉപേക്ഷിച്ചത്, അന്ന് വിവാഹം കഴിയാത്തതുകൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഉപേക്ഷിച്ചു.
വീട്ടിലേക്ക് പോകാതെ ഞാൻ അങ്ങിങ്ങായി തെണ്ടി നടക്കുവാൻ തുടങ്ങി. ഒരു ദിവസം കോഴിക്കോട് അങ്ങാടിയിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും വഴിയിൽ വെച്ച് എന്നെ കണ്ടു. അമ്മ ഉറക്കെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. ഞാനപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ അവരുടെ അടുത്ത് ചെന്നാൽ എൻ്റെ സന്യാസത്തിന് അത് തകരാറാവും വിചാരിച്ച് ഞാൻ മാറി നിന്നു. അമ്മ വീട്ടിൽ പോയി ഇതെല്ലാവരോടും പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പല വീടുകളിലായി താമസിക്കുകയും പലവരിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അന്നും പലയിടത്തും കയറി നിന്ന് ഞാൻ പ്രഭാഷണം ചെയ്യുക പതിവായിരുന്നു. കോഴിക്കോടും അന്നും പ്രഭാഷണം ചെയ്തപ്പോൾ അന്നെല്ലാം ഞാൻ വിചാരിച്ചത് പ്രഭാഷണം എന്ന് പറയുമ്പോൾ കടിച്ചാൽ പൊട്ടാത്ത സന്യാസി ശ്രേഷ്ഠതയോടുകൂടി പ്രഭാഷണം ചെയ്യണമെന്നാണ്. ഞാൻ ആ കാലഘട്ടത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ ഉറക്കെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ഈശ്വരനാണ് എന്ന്. ഇപ്പോൾ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, ഇതുപോലൊരു വിഡ്ഢിത്തം ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന്. അന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ ഈ കാണുന്ന ദേഹമല്ല. ഭഗവാൻ സത്യസായി ബാബ പറയുന്നത് മാതിരിയെല്ലാം ഞാനും പറഞ്ഞു നോക്കി. പക്ഷേ പറഞ്ഞു കഴിഞ്ഞ് താഴത്തിറങ്ങിയപ്പോൾ സായി ഭക്തന്മാർ തന്നെ എന്നോട് പറഞ്ഞു, അത് മഹാമോശമായിട്ടോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. പക്ഷേ എങ്കിലും ഞാനത് ഉറക്കെ പിടിച്ചു നിന്നു. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇനി ഞാനൊന്ന് പുട്ടപ്പർത്തിയിൽ പോയാൽ ഭഗവാൻ സത്യസായി ബാബ എന്നെ വിളിച്ച് ആശ്ലേഷിച്ച് ജനമധ്യത്തിൽ വെച്ച് എന്നെ കാണിച്ചു പറയും, ഇതാ ഒരു ഭക്ത ശിരോമണി സന്യാസി ശ്രേഷ്ഠൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലും വെച്ച് എന്നെ അഭിനന്ദിക്കുകയും എനിക്ക് സ്ഥാനമാനങ്ങൾ തന്ന് വേണ്ടി വന്നാൽ പുരസ്കാരങ്ങൾ തന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിച്ച് അതും പ്രതീക്ഷിച്ച് ഞാൻ പുട്ടപ്പർത്തിയിലേക്ക് പോയി. കാവ്യവസ്ത്രധാരിയായിക്കൊണ്ട് പുട്ടപ്പർത്തിയിലെത്തിയപ്പോൾ എന്നെ പലവർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. തലമുണ്ടനം ചെയ്ത് കാവ്യവസ്ത്രവും എടുത്ത് അവിടെ ചെന്നപ്പോൾ പലവർക്കും എന്നെ മനസ്സിലായില്ല. പക്ഷേ എനിക്കറിയാം, എന്നെ കണ്ടാൽ ഉടനെ ഭഗവാൻ സത്യസായി ബാബ വിളിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ അവിടെ പോയി ഇൻ്റർവ്യൂ ഇരുന്നപ്പോൾ ഭഗവാൻ ബാബ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഈ കാവ്യവസ്ത്രത്തിനോട് ഒരു ബഹുമാനം സത്യസായി ബാബ കാണിച്ചില്ലല്ലോ എന്നെനിക്കൊരു തോന്നൽ. 4-5 ദിവസം അവിടെ ഇരുന്നിട്ടും ഭഗവാൻ ബാബ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിലൂടെ എനിക്ക് നടക്കുവാൻ ഒരു പ്രയാസം. ഞാൻ തന്നെ എനിക്ക് ധാരാളം പ്രത്യേകതകൾ കൽപ്പിക്കുകയാണ്. ഞാൻ അറിഞ്ഞിരുന്നില്ല ആ പ്രത്യേകതകൾ എൻ്റെ ദേഹബോധമായിരുന്നു, എൻ്റെ അഹംഭാവമായിരുന്നു എന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു 6-7 ദിവസമായപ്പോൾ ഭഗവാൻ എത്രയോ വർഷക്കാലം ഭഗവാന്റെ കൂടെ നിന്ന് ഭഗവാനിൽ നിന്നും പഠിച്ച് പലതും മനസ്സിലാക്കിയിട്ട് ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ പുട്ടപ്പർത്തിയിൽ പോയപ്പോൾ എന്നെ വിളിച്ച അതേ വാക്ക് സന്യാസിധാരണിയായിരിക്കുന്ന എന്നെ നോക്കി റൗഡി എന്ന് വിളിച്ചു. അതെനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ എൻ്റെ വേഷത്തെ ബഹുമാനിക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഈ കേൾക്കുന്നവർ എന്ത് ചിന്തിക്കും? കാഷായ വസ്ത്രധാരിയെ നോക്കിക്കൊണ്ട് ഒരു അവതാര പുരുഷൻ റൗഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർ എന്ത് ചിന്തിക്കും? ഭഗവാൻ അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്താ എന്നെ റൗഡി എന്ന് വിളിക്കുവാനുള്ള കാരണം? അപ്പോൾ സ്വാമി പറഞ്ഞു, ഓ നീ ഇത്രയ്ക്കേ ആയിട്ടുള്ളൂ, ഞാൻ വിചാരിച്ചു നീ സന്യാസി ശ്രേഷ്ഠനാണ്. സന്യാസി ശ്രേഷ്ഠനാകുമ്പോൾ സമശത്രൗ ച മിത്രേജ തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ ഏനകേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നര. അപ്പോൾ സന്യാസിയായിക്കഴിഞ്ഞാൽ പിന്നെ മാനാപമാനങ്ങളൊന്നുമില്ലല്ലോ. നിന്നെ എന്ത് വിളിച്ചാലും നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. നിനക്ക് വിഷമിച്ചോ എന്ന് ചോദിച്ചു. വിഷമിച്ചു എന്ന് പറഞ്ഞാൽ സന്യാസം അതുകൂടെ പോയി. വിഷമിച്ചില്ല എന്ന് പറയാനും പറ്റുന്നില്ല. സ്വയം സ്വാമി എന്നോട് ചോദിക്കുകയാണ്, നീ സന്യാസിയാണോ അല്ലയോ? സന്യാസിയാണെങ്കിൽ ഞാൻ നിന്നെ റൗഡി എന്ന് വിളിച്ചപ്പോൾ നിനക്ക് എന്തുകൊണ്ട് വേദന തോന്നി? സന്യാസിമാർക്ക്
എന്ത് വിളിച്ചാലും തൻ്റെ ശരീരത്തെയാണ് വിളിക്കുന്നത്. ശരീരമെന്ന് പറയുന്നത് അവികലമല മൂത്ര മാംസപിണ്ഡം ബഹുഭവി ദുർഘട ദുഃഖ ദുഷ്ടപാത്രം ഇത് പതേ ഈ നരൻ്റെ ഗാത്രം ഇതിൽ ഇത്ര വാഞ്ചന ബഹു കഷ്ടം. അപ്പോൾ പിന്നെ ഈ ശരീരത്തെ ആരെന്ത് വിളിച്ചിട്ട് അതും നമുക്ക് പ്രശ്നമല്ലല്ലോ. അപ്പോഴാണ് ഞാൻ തന്നെത്താൻ ചിന്തിക്കുന്നത്, ശരീരബോധം എനിക്ക് വളരെ വലുതായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഭഗവാൻ ബാബ പറഞ്ഞു, നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിൻ്റെ ശരീരത്തെയല്ലേ റൗഡി എന്ന് വിളിക്കുന്നത്, നിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ച് എന്നെ സമാധാനിപ്പിച്ച് ചോദിച്ചു, എന്തിനാണ് ഈ റൗഡി വേഷം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു, സ്വാമി ഇത് റൗഡി വേഷമാണോ? പിന്നത് എന്തു വേഷമാണ്? ഭഗവാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഭാഗവതവും രാമായണവും പുരാണ ഇതിഹാസങ്ങളെല്ലാം വായിച്ചത്. അതിലെല്ലാം പറയുന്നു സന്യാസി ശ്രേഷ്ഠന്മാർ വ്യാസനും വസിഷ്ഠനുമെല്ലാം കാഷായ വസ്ത്രധാരികളാണെന്ന് പറയുന്നു. അങ്ങനെയാകുമ്പോൾ പിന്നെ എനിക്ക് ഈ കാഷായ വസ്ത്രം ധരിക്കുന്നതിന് എങ്ങനെയാണ് എതിരായി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, അന്നത്തെ കാലത്ത് സന്യാസം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിരുന്നു. കാഷായ വസ്ത്രധാരിയെ എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ രാജാക്കന്മാർ പല്ലക്കയച്ച് വിളിച്ച് രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു അത്രേ. കാഷായ വസ്ത്രധാരിയെ പൂവിട്ട് പൂജിക്കുന്ന കാലഘട്ടമായിരുന്നു അന്നത്തെ കാലത്ത്. എന്നാൽ ഇന്ന് കാഷായ വസ്ത്രധാരികൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരായി മാറിയിരിക്കുകയാണ്. അന്ന് ഭക്തി അകത്തും പുറത്തും ഒരുപോലെ ആവശ്യമായിരുന്നു. ഈ കലികാലത്തിൽ പുറമേക്ക് ഭക്തി ആവശ്യമില്ല, അകത്ത് മാത്രമേ ഭക്തി ആവശ്യമുള്ളൂ. നിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരുടെ കൂടെ നീ നടക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിട്ട് അവരുടെ കൂടെ നടന്നില്ലെങ്കിൽ നിനക്ക് എങ്ങനെ എൻ്റെ മെസ്സേജ് പരത്തുവാൻ പറ്റും? നിന്നെ കാണുമ്പോൾ ആൾക്കാർ മാറി നിൽക്കുകയില്ലേ? ഇപ്പോൾ തന്നെ നിന്റെ അമ്മയും അച്ഛനും എന്നെയാണ് ശപിക്കുന്നത്. സത്യസായിബാബയുടെ കൂടെ കൂടിയിട്ട് ഒരു മകൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അവൻ സന്യാസിയായി എന്ന് പറഞ്ഞ് അവർ ദിവസവും ദുഃഖിക്കുന്നത് എന്നെ ചിന്തിച്ചാണ്. നിന്റെ പ്രവൃത്തി കാരണം ഞാനാണ് ചീത്തപ്പേര് കേൾക്കുന്നത്. അതുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിൽ നിനക്ക് പ്രവർത്തിക്കണമെങ്കിൽ നീ പാൻറ്റും ഷർട്ടും ഉപയോഗിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ആകാശത്തിൽ കൈവീശി പണമുണ്ടാക്കി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ബുക്കപട്ടണത്ത് പോയി അവിടെ നിന്ന് റെഡിമെയ്ഡ് പാൻറ്റും ഷർട്ടും വാങ്ങിച്ച് നിന്റെ കാഷായ വസ്ത്രം മാറ്റിയിട്ടല്ലെങ്കിൽ ഈ ആശ്രമത്തിലേക്ക് നിന്നെ ഞാൻ കടത്തില്ല എന്ന് പറഞ്ഞു. യാതൊരു രക്ഷയുമില്ല. ഗുരുവിൻ്റെ ആ ആജ്ഞ സ്വീകരിക്കാതിരിക്കുവാൻ യാതൊരു രക്ഷയുമില്ല. ആ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചുപോയി റെഡിമെയ്ഡ് പാൻറ്റും ഷർട്ടും വാങ്ങി തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് സന്യാസം പോയോ എന്ന് ചോദിച്ചു. അന്ന് ഭഗവാൻ എന്നെ അതൊന്ന് വിലക്കിയെന്ന് മാത്രമല്ല, പിന്നീട് ഭഗവാൻ എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു, കുടുംബജീവിതം ആരംഭിക്കണമെന്ന് പറഞ്ഞു. കുടുംബജീവിതം ആരംഭിക്കണമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടതാണ്. ഈ അനുഭവങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇതൊന്നുമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാനാകുമായിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ചും ബിറ്റർ എക്സ്പീരിയൻസുകൾ, കൈപ്പേറിയ അനുഭവങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ആശ്രമ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാതെ ഞാൻ തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ 108 ദിവസവും കഴിഞ്ഞത്. കാരണം ഞാനൊരു തുറന്ന പുസ്തകമാവാൻ ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ ഉള്ളിൽ ഒന്നും പാടില്ല, എല്ലാം ഞാൻ തുറക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു എന്തെന്നില്ലാത്ത സുഖം നമുക്ക് ലഭിക്കും. എന്തെല്ലാമോ കൃത്രിമങ്ങളുമായി നാം ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയോ വിമ്മിഷ്ടങ്ങളുണ്ട്, എവിടെയോ പിടിച്ചു നിർത്തലുകളുണ്ട്. വസ്ത്രധാരണത്തിനായാലും മേക്കപ്പിലായാലും സംസാരത്തിലായാലും എന്തോ എവിടെയോ നമുക്ക് വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാം തുറന്നു കഴിഞ്ഞാൽ ഹൃദയം വിശാലമാകുന്നു. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കാൻ കഴിയുന്നു. ആശ്രമ ജീവിതത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് തുറന്ന പുസ്തകമാവാനാണ്. എനിക്ക് 58 വയസ്സായി. ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ? എന്താണ് ജീവിതമെന്നും അടിപൊളി ജീവിതം എന്താണെന്നും എല്ലാം ഞാൻ പരിപൂർണമായിട്ടും ആസ്വദിച്ചു.
ഇനിയും ഞാൻ എൻ്റെ ഗുരു പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകാതിരുന്നാൽ എനിക്ക് തന്നെ ഉറപ്പാണ് കേരളത്തിൽ ഭഗവാൻ സത്യസായി ബാബയിൽ നിന്നും എനിക്ക് ലഭിച്ചത്ര അനുഭവങ്ങൾ മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ അതെന്നെ അപമാനിതനാക്കി മാറ്റുകയാണ്. ഇത്രയധികം അനുഭവങ്ങൾ ലഭിച്ചിട്ടും എന്തേ ഞാൻ ഇതുവരെ എത്തിയിട്ടേ ഉള്ളൂ, ഇനിയും എന്തുകൊണ്ട് ഞാൻ ഉയരുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുനിക്കുകയാണ്. എനിക്ക് അനുഭവങ്ങളുണ്ട്. നിങ്ങളോട് പറയും തോറും ഞാനത് കാണിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്നും എൻ്റെ ആത്മീയമായ ഉന്നതിയെ നിങ്ങളിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് വേണം എൻ്റെ അനുഭവങ്ങളെ ഞാൻ നിങ്ങളോട് പറയുവാൻ. സാധാരണ രീതിയിൽ ഞാനും ഇങ്ങനെ ജീവിച്ചുകൊണ്ട് എനിക്ക് അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഒരു കാര്യമുള്ളത്? അനുഭവങ്ങൾ ട്രാൻസ്ഫർമേഷനായി മാറണം. ജീവിതത്തിൽ ധാരാളം തെറ്റുകളുടെയും കുറ്റങ്ങളിലൂടെയുമാണ് ജീവിച്ചു പോകുന്നത്. മറ്റുള്ള പല കുറ്റങ്ങളും തെറ്റുകളും നോക്കുമ്പോൾ നിസ്സാരമാണെങ്കിലും നിസ്സാരങ്ങളായ തെറ്റുകളെയും കുറ്റങ്ങളെയും മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ശുദ്ധമായ സത്യസന്ധമായൊരു ജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് തന്നെ എന്തൊരാനന്ദമാണെന്നറിയാമോ? അപ്പോൾ പൂർണ്ണമായിട്ടും അതിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊരാനന്ദമായിരിക്കും. എൻ്റെ വിവാഹം ഭഗവാൻ സത്യസായി ബാബ നിർബന്ധിച്ചാണ് ഞാൻ വിവാഹം കഴിച്ചത്. പല പ്രാവശ്യവും ഞാൻ ഭഗവാനോട് പറഞ്ഞു, സ്വാമി, ഞാൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാമി അപ്പോൾ ഉറക്കെ ശകാരിക്കും. പലവരെയും വിളിച്ചു പറഞ്ഞു, ഇവനെ വേഗം കെട്ടിച്ചുവിട് എന്ന് പലവരെയും വിളിച്ചു പറഞ്ഞു. എപ്പോൾ ഇൻ്റർവ്യൂ കിട്ടുമ്പോഴും സ്വാമിക്ക് ഇത് തന്നെ പറയാനുള്ളൂ, വിവാഹമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭഗവാന്റെ നിർബന്ധപ്രകാരം വിവാഹ തീയതിയൊക്കെ നിശ്ചയിച്ചു. ആ സമയത്ത് ഞാൻ ഒരു കൊല്ലം സ്ഥിരമായി ഫറൂഖ് സത്യസായി സേവാ സമിതിയിൽ ഭഗവത്ഗീത ക്ലാസ് എടുത്തുകൊണ്ട് വരികയായിരുന്നു. ഒരു വർഷം ആഴ്ചയിൽ 1 വീതം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഭഗവത്ഗീത ക്ലാസ്സുകൾ എടുക്കുകയാണ്, ഒരു വർഷമായിട്ട് ഫറൂഖിലെ സത്യസായി സേവാ സമിതിയിൽ. അപ്പോൾ അവിടെയുള്ള ഭക്തന്മാർക്കും എല്ലാം എന്നെ വളരെ വലിയ കാര്യമാണ്. ഞാനിങ്ങനെ വിവാഹം അന്വേഷിച്ചു നടക്കുകയാണെന്ന് പലവർക്കും അറിയുകയും ചെയ്യാം. പലവരും വിവാഹാലോചന കൊണ്ടുവന്നു. വിവാഹാലോചന കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ കണ്ടീഷൻ വയ്ക്കും. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഭഗവാൻ സത്യസായി ബാബയുടെ ഭക്തയാവാൻ തയ്യാറാവണം, മത്സ്യമാംസങ്ങൾ കൂട്ടാൻ പാടില്ല, സിനിമയ്ക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ കണ്ടീഷൻസ് വയ്ക്കുമ്പോൾ എല്ലാം തട്ടിപ്പോവുകയാണ്. ഈ കണ്ടീഷനിലൂടെയൊന്നും ആരും വിവാഹം കഴിച്ചു തരാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവസാനം 1-2 കണ്ടീഷനുകൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചത് പുട്ടപ്പർത്തിയിൽ വെച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു. ഭഗവാൻ അനുവദിക്കുമെങ്കിൽ അതാവാമെന്ന് വിചാരിച്ച് എൻ്റെ പിതാവിനെയും കൊണ്ട് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭഗവാൻ പിതാവിനെയും എന്നെയും ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ എഴുതിയുണ്ടാക്കിയിരുന്നു. കല്യാണക്കത്ത് അടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം എഴുതി ഉണ്ടാക്കിയിട്ട് ഭഗവാന് കാണിച്ചു കൊടുത്തു. പുട്ടപ്പർത്തിയിൽ വെച്ച് ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ച് വിവാഹം എഴുതി വെച്ചതിൽ ഭഗവാൻ വെട്ടി, പുട്ടപ്പർത്തിയിൽ വെച്ച് എന്നാണ് വെട്ടി. എന്നിട്ട് സ്വാമി പറഞ്ഞു, നിൻ്റെ നാട്ടിൽ വെച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എഴുതിയിരുന്നു, ഇൻ ദ ഡിവൈൻ പ്രസൻസ് ഓഫ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്നെഴുതിയിരുന്നു. അപ്പോൾ സ്വാമി പ്രസൻസ് എന്ന് വെട്ടി ബ്ലെസ്സിങ്സ് നാക്കി. പ്രസൻസ് ഒന്നും വേണ്ട, ബ്ലെസ്സിങ്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ പ്രസൻസിൽ വെച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതിനെയും പുട്ടപ്പർത്തിയിൽ വെച്ച് കഴിക്കണമെന്ന് ആഗ്രഹിച്ചതിനെയും ഭഗവാൻ വെട്ടി. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് എൻ്റെ കല്യാണക്കത്തെടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ എഴുതിയിരുന്നൊക്കെ കയ്യക്ഷരമാണ്. എന്നിട്ട് സ്വാമി അപ്രൂവ് ചെയ്തിട്ട് വേണം പ്രിൻ്റ് ചെയ്യുവാൻ. ഒരു ആത്മീയമാകുന്ന സാധനാ ശിബിരമായിട്ട് വേണം അത് നടത്തുവാൻ എന്ന രീതിയിലായിരുന്നു ഞാൻ കല്യാണക്കത്തടിച്ചിരുന്നത്. ആത്മീയ ശിബിരം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്നെഴുതിയത് ഭഗവാൻ വെട്ടിയിട്ട് സ്വാമി തന്നെ പറഞ്ഞു, ബൈ പ്രൊഫസർ എൻ കസ്തൂരി എന്നെഴുതി. ഓ, എങ്കിലങ്ങനെ, കസ്തൂരി എങ്കിൽ കസ്തൂരി എന്ന് വിചാരിച്ചു.
പിന്നെ ഞാൻ അതിൽ പ്രധാനപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട ഗുരുക്കന്മാരുടെ പേരുകളിലൊന്ന് ഡോക്ടർ PB മേനോൻ, ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ KV വേണുഗോപാൽ സാർ ഇരിക്കുന്നുണ്ട്, KP കേശവ മേനോൻ, ജസ്റ്റിസ് ഏറാടി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരൊക്കെ അതിലെഴുതി. അപ്പോൾ സ്വാമി അതൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്തു. എന്നിട്ട് കസ്തൂരിയുടെ പേരും പറഞ്ഞു, അതാ ഇങ്ങനെയൊക്കെ നടത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ വെച്ച് നടത്താനാണ് ഭഗവാന്റെ അനുഗ്രഹം. എന്നോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നീ ഇങ്ങോട്ട് വാ എന്നെല്ലാം പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച്, അച്ഛൻ അതിലേറെ അനുഗ്രഹിച്ച്, അച്ഛന് വിഭൂതിയെല്ലാം ഉണ്ടാക്കിക്കൊടുത്ത് നാട്ടിലേക്ക് അയച്ചു. നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ വിവാഹ കത്തെല്ലാം പ്രസിദ്ധീകരിച്ചു. വിവാഹക്കത്ത് പ്രസിദ്ധീകരിച്ച് അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിൽ മറ്റൊരു വിവാഹക്കത്ത് വേറെ എവിടെയൊക്കെയോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇത് ആകെ പ്രശ്നമായി. എൻ്റെ ഭാര്യ വീട്ടുകാർക്കാണ് ഇത് ആദ്യം കിട്ടുന്നത്. എൻ്റെ ഭാര്യ വീട്ടുകാരുടെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയുടെ പേര് വെച്ച് കല്യാണം നിശ്ചയിച്ചിരുന്ന ടാഗോർ സെൻറ്ററിനറി ഹാളിൽ വെച്ചിട്ടായിരുന്നു. ടാഗോർ സെൻറ്ററിനറി ഹാളിൽ തന്നെ വെച്ച് അതേ മുഹൂർത്തത്തിൽ അതേ ദിവസം മറ്റൊരു പെൺകുട്ടിയുടെ പേര് വെച്ച് കല്യാണക്കത്ത് ഇങ്ങനെ പ്രചരിക്കുകയാണ്. ജീവിതം മുഴുവൻ വിവാദമാണ്. എവിടെ നോക്കിയാലും വിവാദം. അവസാനം വിവാഹം കഴിക്കാൻ നോക്കുമ്പോൾ അതിലേറെ വിവാദം. ഇതേതാണ് ഈ കുട്ടി, എന്താ കുട്ടി എന്നുള്ള വിവരം വാസ്തവത്തിൽ അറിയില്ലായിരുന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, തുടർച്ചയായി ഒരു വർഷം എൻ്റെ ഗീതാ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഫറൂഖിലെ ഒരു പെൺകുട്ടിക്ക് എന്നെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയത്രേ. എങ്കിലത് നേരത്തെ പറയാമായിരുന്നു. ഞാൻ വിവാഹാഭ്യർത്ഥനയായി നടക്കുന്ന കാലഘട്ടമാണ്. ആ ആപ്ലിക്കേഷൻ ആദ്യം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതങ്ങ് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എന്നോട് പറയുവാൻ ആ കുട്ടി അച്ഛനമ്മമാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് അച്ഛനമ്മമാരും എന്നോട് പറഞ്ഞില്ല. അച്ഛനമ്മമാരെന്നോട് പറയാതിരിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജാതി വ്യത്യാസമുണ്ട്. ജാതി വ്യത്യാസമുള്ളതുകൊണ്ട് അച്ഛനമ്മമാർക്ക് തോന്നി അത് എന്നോട് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക, അത് നടക്കില്ലല്ലോ എന്ന് തോന്നി. എൻ്റെ വിവാഹക്കത്ത് അച്ചടിച്ചതുകൂടി ആ കുട്ടി ആകെ മാനസികമായിട്ട് നിലതെറ്റിപ്പോയി. എന്നിട്ട് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഉറച്ചു തുള്ളാൻ തുടങ്ങി. ഉറച്ചു തുള്ളിയിട്ട് ആ കുട്ടി പറയുകയാണ്, ആ കുട്ടി പാർവതിയാണ്, നാരായണൻകുട്ടി പരമശിവനാണ്, പാർവതിയും പരമശിവനും തമ്മിലുള്ള വിവാഹമേ നടക്കാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ നിശ്ചയിച്ച വിവാഹം നടക്കുകയില്ല എന്നെല്ലാം പറഞ്ഞ് പ്രവചനങ്ങൾ തുടങ്ങി. അപ്പോൾ എന്നോട് പലരും പറയാൻ തുടങ്ങി, സാറേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ ഇതിൻ്റെ സ്ഥിതി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് വേണ്ടപ്പെട്ട സ്നേഹമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബാക്കി പലവരും എന്താ പറയുന്നത്, അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം, അയാളെയും ആ കുട്ടി കൂടിയും ബോംബെയിൽ വെച്ചൊക്കെ കണ്ടവരുണ്ട് അത്രേ. ഞങ്ങൾ ഇയാളെ പണ്ടേ അറിയാം, അവിടെ വെച്ച് കണ്ടിരിക്കുന്നു, ഇവിടെ വെച്ച് കണ്ടിരിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം എന്ന് പറയുന്ന കുറേ ആൾക്കാർ വേറെ. അത് നമ്മുടെ രാജ്യം അതാണല്ലോ. അപ്പം അങ്ങനെ കുറേ കിംവദന്തികൾ. ഒരു ദിവസം എനിക്കൊരു ടെലിഫോൺ കോൾ വരുന്നു. ആ ടെലിഫോൺ കോൾ വരുന്നത് ഈ എന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ അച്ഛൻ വിളിക്കുകയാണ്. ആ കുട്ടിയുടെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ വെറുതെ പേര് വലിച്ചഴച്ച് എന്തിന് പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് ആ അച്ഛൻ എനിക്ക് ഫോൺ ചെയ്യുകയാണ്, ഒന്ന് ഇവിടം വരെ വരാമോ? അപ്പോൾ എനിക്ക് ആളെയൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ? രാത്രി 9:30 മണിക്കാണ് വിളിക്കുന്നത്. എന്തിനാന്ന് ചോദിച്ചു. അത്യാവശ്യമായുള്ള കാര്യമാണ്, ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് വരണം. അപ്പോൾ അന്ന് എനിക്ക് മോട്ടോർ ബൈക്കുണ്ട്, കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പലരും ഈ അസുഖമായിട്ട് കിടക്കുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന, ഒരു മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഡോക്ടർമാരെ പലവരും അറിയുന്നത് കൊണ്ട് ഇനിയൊരു പക്ഷേ ഞാൻ മുഖാന്തരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അറിയുന്ന ഡോക്ടർമാരുമായിട്ട് ചികിത്സിക്കാനോ ഒക്കെ ആർക്കെങ്കിലും സുഖമില്ലാതെ വിളിക്കുകയായിരിക്കാം. ഞാൻ പറഞ്ഞു, നാളെ കാലത്ത് വന്നാൽ പോരെ? അല്ല, അടിയന്തരമായിട്ട് ഇപ്പോൾ തന്നെ വരണം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട് അറിയില്ലല്ലോ. അത് സാരമില്ല, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ആരെയും കാത്തു നിൽക്കും, സാർ അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോട്ടോർ ബൈക്ക് എടുത്ത് പോവുകയാണ്. രാത്രി 9:30 മണിക്ക് പുറപ്പെട്ട് 10:30 മണിയാകുമ്പോഴേക്കും ഇവർ പറഞ്ഞ സ്ഥലത്ത് രാത്രിയിലെത്തുകയാണ്. മെയിൻ റോഡിലെത്തിയപ്പോൾ ആ മെയിൻ റോഡിൽ എന്നെ കാത്തു നിൽക്കുന്നത് ഏകാകിനിയായി ഒരു പെൺകുട്ടി എന്നെ കാത്തു നിൽക്കുകയാണ് 10:30 മണിക്ക്.
ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, കൂടെ ആരുമില്ലേ? ആരുമില്ല, അച്ഛനും അമ്മയും എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. വീട് എവിടെയാണെന്ന് ചോദിച്ചു. അല്പം ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മുന്നിൽ നടക്കൂ, ഞാൻ എൻ്റെ മോട്ടോർ ബൈക്കിൻ്റെ ലൈറ്റ് കാണിച്ചു തരാം, അതിൻ്റെ കൂടെ വരാലോ എന്ന് പറഞ്ഞു. ഈ കുട്ടി മുന്നിൽ നടന്നു. ഞാൻ ഈ മോട്ടോർ ബൈക്കിൻ്റെ ലൈറ്റ് കാണിച്ചു കൊടുത്ത്, അപ്പോൾ അധിക ദൂരമൊന്നും നടക്കാനില്ല, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ വിട്ടത്. നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ശോകമൂകമായ അന്തരീക്ഷമാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. അച്ഛൻ ഇങ്ങനെ വരാന്തയിലിരിക്കുന്നു, അമ്മയെ കാണാനില്ല. ഈ പെൺകുട്ടി വന്ന വഴിയെ അങ്ങ് അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. അപ്പോൾ എനിക്കാകെ പരിഭ്രമമായി. ഈശ്വര, വല്ല മരണവും നടന്നോ? ആകെ ഇങ്ങനെ ശോകമായി കിടക്കുന്നു, എന്തു പറ്റി എന്നാകെ വിഷമം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ എണീറ്റിട്ട് വരൂ എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കിടന്ന് നേരെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പൂജാമുറി മുഴുവൻ ഭസ്മം കൊണ്ടും കുങ്കുമം കൊണ്ടും അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. പൂജാമുറി മുഴുവൻ ഭഗവാന്റെ കാലടി പാതുകങ്ങളുമുണ്ട് അങ്ങിങ്ങും ആയിട്ടെല്ലാം. ഇതെല്ലാം വിഭൂതിയും കുങ്കുമവും ഒക്കെ തന്നെത്താൻ വരികയാണ്. ഇവിടെ കുറേ കാലമായി ഭഗവാന്റെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ ഞാൻ കൈകൊണ്ട് കൂപ്പി അവിടെ നമസ്കരിച്ച് വീണ്ടും അവർ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അകത്ത് കയറി അവരൊരു ബെഡ്റൂമിലേക്ക് ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ബെഡ്റൂമിലേക്ക് ഞാൻ കടന്നുടനെ വാതിലും അടച്ചു. അച്ഛനും അമ്മയും വെളിയിൽ നിന്നുകൊണ്ട് എന്നെ അകത്താക്കി വാതിലടച്ചപ്പോൾ ഒരുപക്ഷെ ശ്രീ പി ആർ നാഥൻ സാറൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, ഇങ്ങനത്തെ ഒരു നോവല് നമുക്കിതുവരെ എഴുതാൻ പറ്റിയില്ലല്ലോ. അകത്ത് കാണുന്നത് എന്താണെന്നറിയാമോ? ചുവന്ന ലൈറ്റിൽ ചുവന്ന പട്ടുസാരി ധരിച്ചുകൊണ്ട് തലമുടി കഴിച്ചിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി കട്ടിലിൽ കിടന്നുകൊണ്ട് എന്നെ പരമശിവ എന്ന് വിളിച്ച് ചെരിഞ്ഞിരുന്ന് പാർവതി മാതിരി ഇങ്ങനെ കിടക്കുകയാണ്. ഈ കുട്ടിയുടെ അടുത്തേക്ക് എന്നെ ആക്കിയിട്ട് വാതിലടച്ച് അച്ഛനമ്മമാർ വെളിയിലേക്ക് പോവുകയാണ്. ഉടനെ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി ഭ്രാന്താണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചു വരുത്തിയത് ഈ ഭ്രാന്തൊന്നും ഞാൻ ശരിക്കും കാണട്ടെ എന്നും ഏതെങ്കിലും നല്ല സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെൽപ്പ് വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ ഉറക്കെ തട്ടി വിളിക്കാൻ നോക്കിയപ്പോൾ പുറമേ നിന്ന് വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചതിയാണ്. ഈ പെൺകുട്ടി പറയുകയാണ്, അങ്ങ് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നടക്കുകയില്ല. ആ മുഹൂർത്തത്തിൽ അങ്ങ് വിചാരിച്ച പെൺകുട്ടി അവിടെ വന്നാൽ ആ പെൺകുട്ടി അപ്രത്യക്ഷമാവും. പകരം എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടതായി വരും. ഇത് ഈശ്വര സങ്കല്പമാണ്, ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാന്റെ സങ്കല്പമാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഭഗവാന്റെ സങ്കല്പം മാത്രമേ നടക്കുകയുള്ളൂ. എനിക്ക് ഈ കുട്ടിയോടൊന്നും സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം പരിപൂർണമായിട്ടും സമചിത്ത തെറ്റിയിട്ട് ഭ്രാന്തിയെപ്പോലെ സംസാരിക്കുന്ന ഈ പെൺകുട്ടിയോട് എന്ത് പറയാനാ? ഞാൻ ഉറക്കെ വാതിലിനെ മുട്ടി. അവരേകദേശം ഒരു 10-20 മിനിറ്റ് നേരം വാതിൽ തുറന്നില്ല. ഫാനെല്ലാം ഫുൾ സ്പീഡിലിട്ട് ഈ കുട്ടിയുടെ തലയിൽ നിന്ന് ഇങ്ങനെ കുങ്കുമം പോയിക്കൊണ്ടിരിക്കുന്നു, ദേഹത്തുനിന്ന് മുഴുവൻ ഇങ്ങനെ കുങ്കുമം പോയിക്കൊണ്ടിരിക്കുന്നു. കുങ്കുമാഭിഷേകമായി ഒരു പ്രത്യേകമായ നാടകീയമായ അന്തരീക്ഷങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്തെല്ലോ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വാതിൽ തുറന്നു. ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി എൻ്റെ ആവശ്യം അവിടെ നിന്ന് പെട്ടെന്ന് വേഗം വെളിയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ രക്ഷിതാക്കന്മാരായിട്ട് എന്താ ഈ കുട്ടിയെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്? വളരെ വേഗം ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിക്കണ്ടേ? അപ്പോൾ അവർ പറയുക, അപ്പോൾ ഇപ്പോഴും മനസ്സിലായില്ലേ, സാക്ഷാൽ പാർവതിയാണ്. അച്ഛനും അമ്മയും എന്നിട്ട് മകളെ പോയി നമസ്കരിക്കുകയാണ്. എന്തോ ചില കാരണത്താൽ അച്ഛനെയും അമ്മയെയും ഈ കുട്ടിക്ക് പരിപൂർണമായും വിശ്വസിപ്പിക്കാൻ പറ്റിയിരിക്കുന്നു. ഈ കുട്ടി ദിവ്യത്തോടു കൂടിയുള്ളതായ പാർവതിയുടെ പരിപൂർണമായിട്ടുമുള്ളൊരു അവതാരമാണ് എന്ന് അച്ഛനെയും അമ്മയും വിശ്വസിപ്പിക്കാൻ പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കുട്ടി പറയുന്നത് മുഴുവൻ ശരിയാണ് എന്നൊരു ബോധം. ഫറൂഖിലെ സത്യസായി സേവാ സമിതിയിലാണെങ്കിൽ രണ്ടഭിപ്രായക്കാരായി മാറി. പലവരും ഇത് ശരിയാണെന്ന് വിളിച്ച് നിത്യസന്ദർശകരായിക്കൊണ്ട് അവിടെ പോയി ഭജിക്കുകയും പൂജ ചെയ്യുന്ന ഒരു വിഭാഗക്കാർ, ഇത് മുഴുവൻ തട്ടിപ്പാണെന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗക്കാർ. പക്ഷേ ഇത് രാമനാട്ടുകര, ഫറൂഖ്, ചെറുപ്പ ഈ ഭാഗങ്ങളിലെല്ലാം ഇതങ്ങ് പ്രചാരമായി. അപ്പോൾ എൻ്റെ വിവാഹത്തിന് വീണ്ടും ഏകദേശം 10-20 ദിവസം ബാക്കിയുണ്ട്. ഇത് പ്രചാരമായി എന്ന് മാത്രമല്ല, പാലക്കാട്ട് നിന്നും കോയമ്പത്തൂരിൽ നിന്നുമൊക്കെ സ്പെഷ്യൽ ബസ്സുകളുമായി ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഭക്തന്മാർ വരാൻ തുടങ്ങി.
അങ്ങനെ ഇത് പത്രങ്ങളിലൊക്കെ സ്ഥാനം പിടിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടിയുടെ പാർവതി അവതാരത്തെക്കുറിച്ചും എല്ലാം പത്രങ്ങളിലെ സ്ഥാനം പിടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഇങ്ങനെ റിപ്പോർട്ട് വന്നു, എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും പത്രത്തിൽ വന്നു. ഇത്രയുമായപ്പോൾ എൻ്റെ ഫാദർ ഇൻ ലോ ആകെ അടിമുടി തളർന്നു. കാരണം ഏതൊരു ഫാദർ ഇൻ ലോനും സ്വന്തം മകള് വിവാഹ സമയത്ത് ഇങ്ങനെ ഒരു കല്യാണക്കത്തും, അവർ 3000 കല്യാണക്കത്തടിച്ചിരിക്കുന്നു. എൻ്റെ പേര് വെച്ച് ഈ കുട്ടി ആ ദിവസം കല്യാണം കഴിക്കുന്നു പറഞ്ഞ് കല്യാണക്കത്തടിച്ച് 19 കാറുകൾ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് റിസപ്ഷന് വേണ്ടി പോകാനൊക്കെ. എന്നിട്ടിത് പത്രത്തിൽ കൊടുത്ത് ഒരേ സമയത്ത് 2 കല്യാണക്കത്ത് പെൺകുട്ടികളെ മാത്രം പേര് മാറിയിട്ട് ഒരേ സ്ഥലത്ത് ഒരേ മുഹൂർത്തത്തിൽ. ഇതൊക്കെ അറിയുന്ന എൻ്റെ ജ്യേഷ്ഠന്മാർ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ഈ കല്യാണത്തിന് അറ്റൻഡ് ചെയ്ത ആൾക്കാർ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. പക്ഷെ അവരോ ആരും എന്നോട് ഇന്നുവരെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഇതെല്ലാം ഞാൻ എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം പറയുന്നത്. മാത്രമല്ല, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കുറേ യാതനകളും വേദനകളും കൂടി നിറഞ്ഞു പോകുമ്പോഴേ ജീവിതം ജീവിതമായി മാറുകയുള്ളൂ. അപ്പോൾ ഫാദർ ഇൻ ലോ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അവരുടെ മകൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ വേറൊരു പെൺകുട്ടിയുടെ കല്യാണക്കത്തുമായി ലോകം മുഴുവൻ ഇങ്ങനെ ആൾക്കാർ നടക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വിഷമം എന്താ. ഉറക്കെ എൻ്റെ അടുത്ത് വന്ന് കരയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കോപം വരികയാണ് ചെയ്തത്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു ഇയാളിതൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിട്ടാണ് വരുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റയടിക്ക് ഈ കേൾക്കുന്നതൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മകളെ വിവാഹം കഴിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിലേറെ പ്രശ്നമായി മാറിയ. ദേവുറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ അത് പറയാനല്ല വന്നത്, നമ്മുടെ കല്യാണം പരിപൂർണമായും വിജയിച്ച് നടക്കുവാൻ ഇനി എന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞു, അത് നമുക്ക് ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞ് അന്നത്തെ DIG, കോഴിക്കോട് DIG സായി ഭക്തനായിരുന്നു. അപ്പോൾ തന്നെ ഫാദർ ഇൻ ലോനെയും കൂട്ടി ഞാൻ DIGയുടെ അടുത്ത് പോയി DIGയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. DIG പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളുടെ കല്യാണം പോലീസ് നടത്തിത്തരും എന്ന് പറഞ്ഞു. എന്നിട്ട് കല്യാണ ദിവസം 11 മണിക്കുള്ള മുഹൂർത്തത്തിന് തലേ ദിവസം അതികാലത്ത് തന്നെ എന്നെ ടാഗോർ സെൻട്രൽ ഹാളിൽ ഒരു മുറിയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. കാരണം എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും പോലീസ് ഇൻസ്ട്രക്ഷനാണ്. തലേ ദിവസം തന്നെ വന്ന് പോലീസ് കാവലോട് കൂടിയിട്ട് എന്നെ മുൻകൂട്ടി അവിടെ എത്തിച്ചിരിക്കുകയാണ്. മുഹൂർത്ത സമയമായപ്പോൾ ഈ പെൺകുട്ടി പുറപ്പെടാൻ തുടങ്ങി. മാത്രമല്ല 10-20 കാറുകൾ അകമ്പടി ആ കുട്ടിയുടെ വീട്ടിൽ റെഡിയായി കഴിഞ്ഞു. ഈ കുട്ടിയെയും കൊണ്ട് ടാഗോർ സെൻട്രൽ ഹാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാർവതി അവതാരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതിന് പുറമെ തലേ ദിവസം തന്നെ ഞാൻ രാത്രി ടാഗോർ സെൻട്രൽ ഹാളിൽ ഉള്ളതുകൊണ്ട് രാത്രി ഒരു 11 മണിയായപ്പോഴുണ്ട് കോയമ്പത്തൂരിൽ നിന്നും ഒരു ലോറി നിറയെ പൂക്കളുമായിട്ട് ഈ പെൺകുട്ടിയുടെ ആൾക്കാർ വന്നിരിക്കുന്നു ടാഗോർ സെൻട്രൽ ഹാളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി കേട്ട് എൻ്റെ പാരൻസ് ആകെ തളർന്നിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ യാതൊരു തളർച്ചയുമില്ല. എനിക്കത് എന്തോ അറിയില്ല, ആ സമയത്ത് എനിക്ക് ഇതെല്ലാം ഒരു രസമായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. പക്ഷേ പിന്നീട് രാവിലെ ആകുന്തോറും എനിക്ക് മനസ്സിലായി സംഗതി സീരിയസ് ആണ്. കാരണം സായി ഭക്തന്മാരുടെ ഇടയിലെല്ലാം ഇത് പ്രചരിപ്പിച്ച് VVIPs മുഴുവൻ മാറി നിൽക്കുകയാണ്. കാരണം ബഹളമുള്ളടത്തേക്ക് ജസ്റ്റിസിനെ പോലത്തെ ആൾക്കാർക്കൊന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ VVIPs ഒക്കെ മാറി നിൽക്കുകയാണ്. അവർക്കൊന്നും ഈ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അറ്റൻഡ് ചെയ്താൽ ഇത് അവസാനം ഇവിടെ അടിപിടി ലഹളയാണെങ്കിലോ ഒരു കല്യാണ പന്തലിലേക്ക് 2 പെൺവീട്ടുകാർ വരിക, എന്നിട്ട് അവർ മത്സരിച്ച് ആര് ജയിക്കുന്നോ അവരെന്നെ കല്യാണം കഴിക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ കല്യാണം കാണാൻ ആൾക്കാർ വരില്ലല്ലോ. അതുകൊണ്ട് VIPs ഒക്കെ കല്യാണത്തിന് മാറി നിന്നു. എങ്കിലും ഞാൻ അവസാനം വിചാരിച്ചത് കസ്തൂരി മാമൻ എങ്ങനെയെങ്കിലും വരാതിരിക്കില്ല. ബാക്കിയെല്ലാം മാറി. ത്രൂ ഔട്ട് ഭജന വയ്ക്കാൻ തീരുമാനിച്ചു. ഭജനയുടെ ആൾക്കാരൊക്കെ വന്നു. ഭജന ശരിയായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. അന്ന് ഭജനകളെല്ലാം ഏർപ്പാട് ചെയ്ത് ചാലപ്പുറം സത്യസായി സേവാ സമിതിയായിരുന്നു. ചാലപ്പുറം സത്യസായി സേവാ സമിതിയുടെ എല്ലാവരും ഇതുകൊണ്ടൊന്നും പ്രശ്നമാക്കാതെ പരിപൂർണമായിട്ടും എൻ്റെ കൂടെ നിന്നുകൊണ്ട് ശ്രീ KP രാമചന്ദ്രൻ, ശ്രീ KP മേനോൻ തുടങ്ങിയ ആൾക്കാരെല്ലാം ഒന്നും പ്രശ്നമല്ലാതെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് അവർ ഭജനയും പാടിക്കൊണ്ട് എൻ്റെ ഇടത്തും വലതുമായിട്ട് ഒപ്പം തന്നെ നിന്നിരുന്നു. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു.
അങ്ങനെ നമ്മളെ സഹായിക്കാൻ അവരെങ്കിലും ഉണ്ടല്ലോ, ബാക്കി എല്ലാവരും മാറി നിൽക്കുകയാണ്. പക്ഷേ അവസാന നിമിഷമായി എനിക്ക് മനസ്സിലാകുന്നത് കസ്തൂരിയും വരുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുഹൂർത്തം എടുത്തപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാവരും എത്തിക്കഴിഞ്ഞു കാറുമായിട്ട്. അപ്പോഴേക്കും DIG ഏർപ്പാട് ചെയ്യുന്നതനുസരിച്ച് പരിപൂർണമായി പോലീസ് ബന്ദോബസ്തായി. സ്ത്രീകളുടെ ഭാഗത്ത് വനിതാ പോലീസ്, പുരുഷന്മാരുടെ ഭാഗത്ത് ജെൻസ് പോലീസ്. ടാഗോർ സെൻട്രൽ ഹാൾ നിറഞ്ഞപ്പോഴേക്കും പോലീസ് ഗേറ്റ് അടച്ചു. ഗേറ്റ് അടച്ച് നമുക്ക് ക്ഷണിച്ച ആൾക്കാർ ഗേറ്റ് ചാടി വരണം. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ CBC വാര്യരൊക്കെ എന്നോട് പറയായിരുന്നു, ഞാനൊക്കെ ഗേറ്റ് ചാടിയിട്ടാണ് എൻ്റെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ വന്നതെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഗേറ്റ് ചാടിയിട്ടൊക്കെയാണ് പലവരും കല്യാണം അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ സമ്മതിക്കാതെ ആൾക്കാരെല്ലാം വന്നെങ്കിലും വനിതാ പോലീസ് വളഞ്ഞ് ആ കുട്ടിയുടെ വീട്ടിൽ വെച്ച് ബന്ധനസ്ഥയാക്കി. പോലീസ് പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. DIG കൂടെ ഉള്ളത് കൊണ്ട് അതൊക്കെ നടക്കുമല്ലോ. എങ്കിലും അവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ശരിക്കും ചെക്കിങ്ങോടുകൂടി അകത്തേക്ക് വിടാൻ തുടങ്ങി. എന്നിട്ടും കാണികളായിട്ട് ആൾക്കാരെന്താ വിചാരിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, വിവാഹ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ധൃതി കൂട്ടുന്നു, വേഗം ആവട്ടെ. എല്ലാവരുടെയും വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, പാവം എൻ്റെ മദറിലോ ഫാദറിലോ അങ്കിളിലോസ് ഒക്കെ എന്താ വിചാരിച്ചു വെച്ചാൽ, ഈ കല്യാണ സമയത്ത് എന്തോ സംഭവിക്കും, എൻ്റെ ഭാര്യ അപ്രത്യക്ഷമായിട്ട് മറ്റേ സ്ത്രീ വന്ന് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ പലവർക്കും വിശ്വാസമായി. ഇത് വിശ്വസിച്ച് കാണാൻ വേണ്ടി ആൾക്കാരും ഇരിക്കുന്നു, അത്ഭുത ലീലകൾ കാണാൻ വേണ്ടിയിട്ട്. ഭഗവാൻ സത്യസായി ബാബ ഇതിലപ്പുറം ലീലകൾ കാണിക്കുന്ന ആളാണെന്ന് വിശ്വാസമുള്ളവരും ആൾക്കാരുണ്ട്. ഇതൊരു ലീലയായിരിക്കുന്നു വിചാരിച്ച് കാണാനിരിക്കുകയാണ്. അങ്ങനെ മുഹൂർത്തം വന്നപ്പോൾ ഞാൻ എന്നോട് ടാഗോർ സെൻട്രൽ ഹാളിൻ്റെ ഗേറ്റിൽ പോയിട്ട് അവിടുന്ന് വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് അകത്തേക്ക് വരാൻ വേണ്ടി ഞാൻ ഗേറ്റിലേക്ക് എത്തുകയാണ്. ഗേറ്റിലെത്തുമ്പോൾ പോസ്റ്റ്മാൻ എൻ്റെ അടുത്ത് 2 ടെലഗ്രാം കൊണ്ടുതന്നു. അപ്പം ഞാൻ മണവാളൻ വേഷവും ധരിച്ചുകൊണ്ട് ഈ കല്യാണ മണ്ഡപത്തിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി വാദ്യഘോഷങ്ങൾ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ 2 ടെലഗ്രാം കൊണ്ടു തരികയാണ്. ഒരു ടെലഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണത്തിനുള്ള ഭാവുകാശംസകൾ നടന്നുകൊണ്ട്, കസ്തൂരി, ഐ എം പ്രൊസീഡിംഗ് ടു മദ്രാസ് വിത്ത് ഭഗവാൻ, അണേബിൾ ടു അറ്റൻഡ് യുവർ മാരേജ്, വിഷ് യു ഓൾ വെരി ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ടെലഗ്രാം. അടുത്ത ടെലഗ്രാം എന്താ വെച്ചാൽ, ബ്ലെസ്സിങ്സ് ബാബ എന്ന് മാത്രം, അടുത്ത ടെലഗ്രാം. അപ്പോൾ ഇത് രണ്ടും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ കല്യാണ കതിർമണ്ഡപത്തിലേക്ക് കാലുകുത്തുന്നത് തന്നെ. ഒന്ന് ഭഗവാൻ ബാബ ബ്ലെസ്സിങ്സ് എന്ന് എഴുതിയ, അതെനിക്ക് ഭയങ്കരമായി പ്രചോദനം നൽകി. പിന്നീട് ഞാൻ അന്വേഷിച്ചു ഇത് എങ്ങനെ ആരയച്ചു എന്ന്. അപ്പോൾ കസ്തൂരി പറഞ്ഞു, രണ്ടും ഞാൻ തന്നെ അയച്ചത്, ഭഗവാൻ പറഞ്ഞിട്ടാണ് അയച്ചത്. ഞാൻ ഭഗവാനോട് പറഞ്ഞു, സ്വാമി അവർ കത്തയച്ചതല്ലേ എൻ്റെ പേരൊക്കെ വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ പോയി കല്യാണത്തിന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞത്രേ, അവിടെ ആകെ പ്രശ്നമാണ്, അവിടേക്ക് നീ പോകണ്ടെന്ന് പറഞ്ഞത്രേ. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, മനസ്സിലായില്ലേ? അവിടെ ആകെ പ്രശ്നമാണ്, നീ അവിടേക്ക് പോകണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം അടിക്കുക, കൂട്ടത്തിൽ സ്വാമിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ടെലഗ്രാമും അടിക്കുക. അത് രണ്ടും കസ്തൂരിയോട് പറഞ്ഞതാണ്. കസ്തൂരി 2 ടെലഗ്രാമും അടിച്ചു. പക്ഷേ ആ മുഹൂർത്തം, കിട്ടുന്ന മുഹൂർത്തം നമുക്ക് തരുന്ന ആത്മവിശ്വാസവും ആത്മധൈര്യത്തിനും കയ്യും കണക്കുമില്ല. അവിടേക്ക് കയറാൻ ചെല്ലുമ്പോഴാണ് ഈ 2 ടെലഗ്രാമും ഒരുമിച്ച് കിട്ടുന്നത്. അങ്ങനെ കല്യാണ കതിർമണ്ഡപത്തിലേക്ക് കയറി ആസ് യൂഷ്വൽ എല്ലാവരും പതച്ച് നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് അറിയില്ല. ഒന്നും സംഭവിച്ചില്ല. കല്യാണം പഴയതുമാതിരി നടന്നു. ഭാര്യയ്ക്ക് മാത്രം ഇതൊന്നും അറിയില്ലായിരുന്നു, അവരെ ആരും അറിയിച്ചില്ല, ഇതൊന്നും അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ എല്ലാവരും എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള പോലീസ് ചുറ്റും നിന്നുകൊണ്ട് എന്നെ വീട്ടിലെത്തുന്നവരെ പോലീസ് അകമ്പടിയോടുകൂടി എന്നെ വീട്ടിലെത്തിക്കുന്നു. ഇതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, അത് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് കല്യാണം രാവിലെ 11 മണിക്ക് കഴിഞ്ഞു. ഉച്ചയ്ക്ക് 3 മണി 4 മണിക്ക് തന്നെ ഇവിടെ പത്രം ഇറങ്ങി. ആദ്യം ഈവനിങ് പത്രം പ്രദീപമാണല്ലോ. പ്രദീപം 10 പൈസ, സായി ഭക്തൻ്റെ കല്യാണം, പോലീസ് ബന്ദോബസ്തോടെ പ്രദീപം 10 പൈസ, ബസ്സുകളിലൊക്കെ വിൽക്കാൻ തുടങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ എങ്ങനെ അന്ന് 10 പൈസയുടെ പ്രദീപത്തിന്. എന്നിട്ട് എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ. പിറ്റേ ദിവസം ദേശാഭിമാനി എടുത്തു നോക്കിയപ്പോൾ അതിലേറെ ദേവി പാർവതിയുടെ പ്രവചനം നടന്നില്ല, മാതൃഭൂമി, മനോരമ എല്ലാം എഴുതി. ഭാഗ്യത്തിന് എല്ലാം എനിക്ക് അനുകൂലമായിട്ടാണ്. ദേവി പാർവതിയുടെ പ്രവചനം നടന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പാവം ഈ പെൺകുട്ടിയുടെ പ്രവചനം നടന്നില്ല എന്ന് കേട്ടപ്പോൾ ജനങ്ങളെല്ലാം ഇരച്ച് കയറി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്.
അവസാനം അവിടെ പോലീസ് ആ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായി വന്നു. അപ്പോൾ തന്നെ പോലീസുകാർ അവരെയും ഒരു അച്ഛനും അമ്മയും വീട് പൂട്ടിച്ച് അവരെ ഇവിടുന്ന് നാട് പിടിക്കേണ്ടതായി വന്നു. പിന്നീട് അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല അത്രേ. കാരണം ജനങ്ങളിത് വിശ്വസിച്ചതുകൊണ്ടാണ്. വിശ്വസിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കൊന്നുമില്ല. ജനങ്ങളിതിൽ പരിപൂർണമായിട്ടും അങ്ങ് വിശ്വസിച്ചു. ഇത് ശരിയാണ് ശരിയാണ് എന്നങ്ങ് വിശ്വസിച്ചു. കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ ബന്ധു മിത്രാദികൾ എന്നെ വിടുന്നില്ല. എന്നോട് ചോദിക്കാൻ തുടങ്ങി, ഓ അപ്പോൾ ആ മറ്റേ കുട്ടിയെ പറ്റി ഒഴിവാക്കില്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഭാര്യയുടെ മുമ്പിൽ വെച്ച് പലരും ചോദിക്കാൻ തുടങ്ങി. അവിടെ എൻ്റെ ഒരു സുഹൃതം എന്ന് പറയുന്നത്, ഈ നിമിഷം വരെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടില്ല അതെന്താണ് എന്ന് എന്നോട് ഇന്നുവരെ ചോദിച്ചിട്ടില്ല. അവർക്കെല്ലാം അറിയാം, എല്ലാം കേൾക്കുന്നു, എല്ലാവരിൽ നിന്നും കേൾക്കുന്നു. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് ഇതെന്താ പറ്റിയതെന്ന് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ എന്നോട് ചോദിക്കാത്തത് എന്ന്. അപ്പോൾ അതിനൊരു ചിരി മാത്രം ബാക്കി തന്നുകൊണ്ട് മാറിപ്പോവുകയാണ് ചിന്ത. അവിടെ ഇനി ഈശ്വരൻ അനുഗ്രഹിച്ചു. അതല്ലായിരുന്നുവെങ്കിൽ കുടുംബജീവിതം പണ്ടേ താറുമാറാവുമായിരുന്നു. ഇത്രയും വലിയൊരു ബഹളമുണ്ടായിട്ടും ഭാര്യയ്ക്ക് അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും അവർക്ക് അതിൽ എന്നിലുള്ള വിശ്വാസത്തിന് ഒരു തരി പോലും ഒരു മാറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതൊരു ഈശ്വരാനുഗ്രഹമാണ് എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതമാണ്, ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് നയിച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞതുമാതിരി ധാരാളം പണമുണ്ടാക്കി കാറും മോട്ടോർ സൈക്കിളും എല്ലാമായി ഞാനിങ്ങനെ ഒരേ സമയത്ത് തന്നെ ആത്മീയതയും ഭൗതികതയും രണ്ട് കാലുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഭാര്യ അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്ന് പറഞ്ഞു. ഭാര്യ മത്സ്യമാംസങ്ങളെല്ലാം നിർത്തി. അവർ ഭജനയ്ക്ക് വരുവാൻ തുടങ്ങി, ഭജന പാടാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ പുട്ടപ്പർത്തിയിലേക്ക് പോയി. ഭഗവാൻ പുട്ടപ്പർത്തിയിൽ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് അനുഗ്രഹിച്ച് തലയിൽ അക്ഷതമെല്ലാം ഇട്ടു. എല്ലാവർക്കും സന്തോഷമായി. ഭാര്യ പരിപൂർണമായും സ്വാമിയിൽ വിശ്വാസിയുമായി മാറി. ഭാര്യ വീട്ടുകാരെല്ലാവർക്കും ഭഗവാനിൽ വിശ്വാസമായി മാറി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ അങ്ങോട്ട് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ടി സിനിമ കണ്ടുകൂടെ എന്ന് ചോദിച്ചു. ഞാനതിന് തയ്യാറായി. കാരണം എല്ലാം ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് അങ്ങോട്ടും ആവാലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ശരി സിനിമ കാണാം. അവരുടെ കൂടെ സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അതിയൊന്നും അധികാലം ഉണ്ടായില്ല, ഒരു വർഷം. പിന്നെ അവർക്കും മടുത്തു. ഇപ്പം ഞാൻ സിനിമ കണ്ട സിനിമാ ടോക്കീസിൻ്റെ മുന്നിലാണ് എൻ്റെ വീട് തന്നെ, സിനിമാ തിയേറ്ററിൻ്റെ മുന്നിലാണ്. എൻ്റെ വീട്ടിലിരുന്നാൽ സിനിമ ഇങ്ങനെ അവിടെ നിന്ന് കേൾക്കാം. തൊട്ടടുത്ത് സിനിമാ തിയേറ്റർ ഉണ്ടായിട്ട് അതിൽ ഇന്നേ വരെ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും അവിടെ പോകേണ്ടത് ആഗ്രഹം തോന്നുന്നില്ല. അതിലൊന്നും ഒരു കമ്പവുമില്ല എന്നർത്ഥം. അപ്പോൾ അതൊക്കെ അവർ തന്നെത്താൻ മാറ്റമാണ്, അല്ലാതെ അതിലൊന്നും യാതൊരു നിർബന്ധങ്ങളും ഉണ്ടായിട്ടല്ല. ഇങ്ങനെ ഒരു കുടുംബജീവിതം പരിപൂർണമായിട്ടും സന്തുഷ്ടമായി തന്നെ നടക്കുമ്പോഴും പിന്നീട് പലപ്പോഴും ഭഗവാൻ ബാബ ഞാൻ അറിയാതെ എന്നെ ആത്മീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതായിരുന്നു സത്യം. എൻ്റെ ഭക്ഷണങ്ങളിലുള്ള നിയന്ത്രണവും അതുമാതിരി തന്നെ എൻ്റെ പണം തൊടാതുള്ള ജീവിതവുമൊക്കെ ഭഗവാൻ ബാബ അറിഞ്ഞു. 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് അവസാനമായി ഒരു ഇൻ്റർവ്യൂ കിട്ടിയത്. ആ 1.5 വർഷത്തിന് മുമ്പ് അവസാനമായി ഒരു ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ എന്നെ മാത്രമല്ല ഭഗവാൻ ബാബ വിളിച്ചത്, എൻ്റെ അമ്മയെയും ഭാര്യയെയും മക്കളെയും ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഇൻ്റർവ്യൂവിന് വിളിച്ചു. 4 ദിവസം ഞങ്ങൾ പുട്ടപ്പർത്തിയിൽ പോയിരുന്നു. 4 ദിവസം പുട്ടപ്പർത്തിയിൽ പോയിരുന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വെല്ലിംഗ്ടൺ സാറുണ്ടായിരുന്നു. വെല്ലിംഗ്ടൺ സാറിൻ്റെ കൂടെ എന്തായാലും ഞങ്ങളെ വിളിക്കുമെന്ന് വിചാരിച്ചു. വെല്ലിംഗ്ടൺ സാറിനെ വിളിച്ചപ്പോൾ ഞങ്ങളെ ആരെയും വിളിച്ചില്ല. പിറ്റേ ദിവസം വെല്ലിംഗ്ടൺ സാറ് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നമ്മളെയൊന്നും ഭഗവാൻ വിളിക്കില്ല, വലിയ വലിയ ആളെ കൂട്ടത്തിൽ നമ്മളെയും വിളിക്കുക എന്നല്ലാതെ ഇനി വിളിക്കുന്നുണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചു. ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഫാമിലി മുഴുവനുണ്ട് സ്വാമി, കുടുംബമുണ്ട്, പാക്കലാം എന്ന് പറഞ്ഞു പോയപ്പോൾ സന്തോഷമായി. സ്വാമി വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. പിറ്റേ ദിവസം വന്ന് പിന്നെ ചോദിച്ചു എത്ര പേരുണ്ട്? മകളുണ്ട്, മകനുണ്ട്. അപ്പം എന്നോട് സ്വാമി അകത്തേക്ക് വരാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് ഭഗവാൻ നേരെ പോയി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് അമ്മയെയും ഭാര്യയെയും മകളെയും ഒക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവരോട് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അവരെഴുന്നേറ്റ് അവർ ഇൻ്റർവ്യൂ റൂമിലേക്ക് പോയി. അപ്പോൾ എൻ്റെ മകൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഞാൻ മകനോട് പറഞ്ഞു നീ അവരുടെ കൂടെ പോയിക്കോ. ഇപ്പോൾ വളണ്ടിയേഴ്സ് ചോദിച്ചു ആരാണ്? അമ്മയാണ് പോകുന്നത്. അവർ വിട്ടു. എല്ലാവരും എന്നോട് പറയാൻ നിങ്ങൾക്ക് പോയിക്കൂടെ? കാരണം എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ അമ്മയെയും വിളിച്ചാൽ അവിടെ ഒരു അലിഖിത നിയമം പുട്ടപ്പർത്തിയിൽ എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് പോവാമെന്നാണ്. ഒരു അലിഖിത നിയമമുണ്ട് അവിടെ. പക്ഷേ എനിക്ക് പോകാൻ ധൈര്യമില്ല.
കാരണം സ്വാമി എന്നെ വിളിച്ചിട്ടില്ല. ഭഗവാൻ എന്നോട് നിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറയുകയല്ലാതെ നീ വാ എന്ന് ഭഗവാൻ എന്നോട് പറയാത്തത് കൊണ്ട്, ഭഗവാൻ എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ അകത്ത് പോയാൽ സ്വാമി ഒരു പക്ഷേ അകത്തേക്ക് കടത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എനിക്ക് എഴുന്നേൽക്കുവാൻ ധൈര്യമില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു. സ്വാമി അകത്ത് പോയി. ഞാനില്ലാതെ എൻ്റെ അമ്മയെയും ഭാര്യയും കുട്ടികളെയും ഇൻ്റർവ്യൂ വിളിച്ച് വാതിലടച്ചപ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ അങ്ങ് പിരിഞ്ഞു പോകും. പുട്ടപർത്തിയിൽ അങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ ടിഫിനൊക്കെ കഴിക്കാതിരിക്കുക ചെയ്യുക. വരാന്തയിൽ ഇരിക്കുന്നവരൊഴിച്ച് ബാക്കി ഡിവോട്ടീസ് കുറേ പേര് അങ്ങ് ഭക്ഷണം കഴിക്കാൻ പോകും. ആ സമയത്ത് പിന്നിലുള്ള ആൾക്കാരൊക്കെ മുന്നിൽ വന്ന് സ്ഥലം പിടിക്കും. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ കുടുംബം മുഴുവൻ അകത്തല്ലേ. ഇവരകത്ത് ചെന്ന ഉടനെ തന്നെ അമ്മ അകത്തേക്ക് കയറുമ്പോൾ തന്നെ മകൻ സ്വാമി എന്ന് പറഞ്ഞ് കരയുകയാണ്. ഭാര്യ അകത്തേക്ക് കയറുമ്പോൾ ഹസ്ബൻഡ് സ്വാമി എന്ന് പറഞ്ഞ് കരയുകയാണ്. മകനും മകളും പറയുന്നു ഫാദർ സ്വാമി എന്ന് പറഞ്ഞ് കരയുകയാണ്. സ്വാമി വാതിലടച്ചിട്ട് ഇവർക്ക് ഒരു മിനിറ്റ് സംസാരിക്കുവാൻ അവർ സമ്മതിക്കുന്നില്ല. അവർ 4 പേര് ഇരുന്ന് കരയുകയാണ്. എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ സ്വാമി അവരെ കളിയാക്കുന്നുണ്ട്. അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്നാ പുത്രവാത്സല്യം, ഭാര്യയോട് ചോദിക്കുന്നുണ്ട് എന്നാ ഭർത്തൃവാത്സല്യം. ഇങ്ങനെ മക്കളെയൊക്കെ ചോദിച്ച് സ്വാമി കളിയാക്കുന്നുണ്ട്. പക്ഷേ എന്നെ വിളിക്കുന്നില്ല. അവസാനം സ്വാമി തന്നെ പരാജയപ്പെട്ടു എന്ന രീതിയിൽ ഇവരോടൊരു വാക്ക് സംസാരിക്കാൻ അവർ സമ്മതിക്കണ്ടേ, അവർക്ക് ഇൻ്റർവ്യൂ ഒന്നും വേണ്ട ഞാനില്ലെങ്കിൽ. അവസാനം ഭഗവാൻ വാതിൽ തുറന്നു. വാതിൽ തുറന്ന് വരാന്തയിലൂടെ നടന്നു വന്ന് എന്നോട് ഇങ്ങനെ വരാൻ പറഞ്ഞു. ഞാൻ അകത്ത് കയറി ആദ്യം ഞാൻ ചോദിച്ചത് സ്വാമി എന്തുകൊണ്ട് സ്വാമി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ വാക്ക് കേൾക്കണമോ? ഇൻ്റർവ്യൂ റൂം എന്നാ തെരിയുമാ? ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ICU സ്വാമി പറയുകയാണ്. അപ്പം ഇൻ്റർവ്യൂ റൂം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂപ്പിടണമാ ചോദിക്കുകയാണ്. അപ്പോൾ ICUവിൽ ഇടയ്ക്കിടയ്ക്ക് കയറ്റണമെന്ന് നമ്മളറിയാതെ പറയും വേണ്ട സ്വാമി എന്ന്. ICUവിലേക്ക് ആരാ ഇടയ്ക്കിടയ്ക്ക് കയറ്റാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇത് എമർജൻസിയായി വരുന്ന ആൾക്കാർക്ക് ICU പരിചരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് അത്ര ഇൻ്റർവ്യൂ റൂം എന്ന് പറയുന്നത്. സ്വതവേ ഭക്തന്മാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇൻ്റർവ്യൂവിന് വിളിക്കുന്നവരൊക്കെ നല്ല ഭക്തിയുള്ളവരും ഇൻ്റർവ്യൂവിന് വിളിക്കാത്തവരൊക്കെ ഭക്തിയില്ലാത്തവരും. അങ്ങനെ ഒന്നും ഭഗവാന്റെ കാൽക്കുലേഷനിലില്ല. ഭക്തിയും ഇൻ്റർവ്യൂവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നെ ആദ്യം വിളിച്ചത് ഭക്തി ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ അകത്തേക്ക് വിളിച്ചത്. റൗഡി എന്ന് പറഞ്ഞല്ലേ എന്നെ അകത്തേക്ക് വിളിച്ചത്. അതുകൊണ്ട് ഭക്തിയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആവശ്യമുള്ളവരെ ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരു പരിചരണവും ട്രീറ്റ്മെൻറ്റും ആവശ്യമാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. പിന്നീട് എല്ലാവരെയും മറ്റൊരു മുറിയിലേക്ക് വിളിച്ചപ്പോൾ ഭഗവാന്റെ ആ സ്നേഹമൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ആ ഭഗവാന്റെ ഇരു കരങ്ങളിൽ അങ്ങ് ഭാര്യയും മക്കളും ഞാനും എല്ലാം അതിലങ്ങ് കൂടിപ്പോയി. ഇത്രയധികം കൈകൾക്ക് നീട്ടമുണ്ട് എന്നൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എല്ലാവരെയും മാറോടിട്ടു. അപ്പോൾ ഭാര്യയും മക്കളും എല്ലാം. ഭാര്യയൊക്കെ പറയുമായിരുന്നു എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് ഇതുമാതിരിയുള്ള എൻ്റെ വൈഫിൻ്റെ അച്ഛനേക്കാൾ ഒരു വയസ്സ് പ്രായം അധികമാണ് ഭഗവാൻ സത്യസായിബാബയ്ക്ക്. പക്ഷേ സ്വന്തം പിതാവിൽ നിന്ന് ഇതേപോലെ ഒരു പരിചരണം ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്ന് വൈഫ് പറയുമായിരുന്നു. തേങ്ങി കരയുകയാണ്. അപ്പോൾ ഭഗവാൻ അന്ന് പാദം നമസ്കാരമൊന്നും സമ്മതിക്കാത്ത കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും പാദം നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷமாக നമസ്കരിച്ചിടുങ്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പുറമേ നേതാലും നമസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ പാദം നമസ്കരിച്ച് എഴുന്നേറ്റ ഉടനെ സ്വാമി പറയുന്നത് ഇപ്പോൾ വൈഫിന് ഒരു കാലിൻ്റെ ഓപ്പറേഷൻ വേണം. ആ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാല് ഫ്രാക്ചറായിട്ട് അതിനുള്ളൊരു സ്റ്റീൽ റോഡ് കിടക്കുന്നുണ്ട്. ഈ റോഡ് എടുത്ത് മാറ്റുവാൻ വേണ്ടി ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് പുട്ടപർത്തിയിലേക്ക് പോകുന്നത്. ഭഗവാൻ അവിടെ എത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരോടുകൂടി ചോദിക്കുക വൈഫിൻ്റെ കാല് നോക്കിയിട്ട് ഓപ്പറേഷൻ ഫിക്സ് പണിയിരിക്കില്ല എന്ന് ചോദിച്ചു. ഇപ്പം എല്ലാവരും മുഖത്തോട് മുഖം നോക്കുക. ഇത് സർവ്വവ്യാപിയും സർവന്തര്യാമിയുമായ ഒരാൾക്കല്ലാതെ എങ്ങനെ ഇത് അറിയാൻ സാധിക്കുന്നത്? ഉണ്ട് സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. സ്വാമി ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകള് ഫിസിയോതെറാപ്പി ഹൗസ് ഏജൻസി ചെയ്ത് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകള്. അപ്പോൾ അവൾ പറഞ്ഞു സ്വാമി ഇങ്ങനെ ആകുമ്പോൾ അത് ഗാംഗ്രൈൻ വന്ന അങ്ങനെ ആവില്ല. അവൾ പഠിച്ചെന്തല്ലോ സ്വാമിയോട് ഇങ്ങനെ പറയുക. അപ്പോൾ സ്വാമി നീ ചുമ്മായിരി, ചിന്ന ഡോക്ടർ ഒന്നുമേ തിരിയാതെ ചുമ്മായിരി എന്ന്. അപ്പോൾ അവളുടെ നോളജൊക്കെ വെറും ബിഗ് സീറോ ആണ് എന്ന് അവളോട് സ്വാമി പറയുകയാണ്.
എന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട, ഓപ്പറേഷൻ ചെയ്താലാണ് കാല് കട്ട് ചെയ്യേണ്ടി വരിക, അതുകൊണ്ട് ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യേണ്ട. അപ്പോൾ വൈഫ് പറഞ്ഞു, സ്വാമി എനിക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നുണ്ട്, എല്ലാം സ്വാമി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് സ്വാമി അവിടുന്ന് സ്വാമിയുടെ അലമറ തുറന്നു. അലമറ തുറന്ന് അവിടുന്ന് ഒരു ഗൗണെടുത്ത് വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വൈഫിനോട് പറയുകയാണ്, ഈ ഗൗണിൽ ദിവസവും രാത്രി സ്വാമിയുടെ ദേഹത്ത് തലവെച്ച് കിടക്കുന്നത് മാതിരി മനസ്സിൽ ചിന്തിച്ച് ഈ ഗൗണിൽ തലവെച്ച് കിടക്കാൻ പറഞ്ഞു. കാലിൻ്റെ ഓപ്പറേഷനും വേണ്ട, നീ ഒരിക്കലും ആസ്മാറ്റിക് ടാബ്ലറ്റ്സും കഴിക്കണ്ട, യാതൊന്നും ആവശ്യമില്ല, അങ്ങനെ കിടന്നു നോക്ക്, എല്ലാം മാറുമെന്ന് പറഞ്ഞു. കരഞ്ഞ് അവരത് സ്വീകരിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. മകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, വിവാഹം സ്വാമി നടത്തിത്തരും, നല്ല ഹസ്ബൻഡിനെ തരാം എന്ന് പറഞ്ഞു. മകനന്ന് ശ്രീശൈലത്ത് പഠിക്കുകയാണ്. മകനെ നോക്കിക്കൊണ്ട് ശ്രീശൈലം സ്റ്റുഡൻറ്റ് എന്ന് ചോദിച്ചു. ആമാ സ്വാമി, ABC എന്ന് പറഞ്ഞു, അവോയ്ഡ് ബാഡ് കമ്പനി എന്ന് പറഞ്ഞു. അവനും കരയാൻ തുടങ്ങി. അങ്ങനെ സ്വാമി എല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് എന്നോട് ചോദിക്കുകയാണ്, ഇതൊക്കെ സർവ്വവ്യാപിയും സർവന്തര്യാമിയുമാണെന്നുള്ളതിന് വീണ്ടും വീണ്ടും തെളിവുകളാണ്. ഭഗവാൻ എന്നോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ക്യാഷ് തൊടാറില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അമ്മയും വൈഫൊക്കെ ചാടി. അവർ വന്നത് തന്നെ ഇയാളുടെ ഈ ഭ്രാന്തൊന്ന് നിർത്തിത്തരണമെന്ന് ഭഗവാനോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് സന്തോഷമായത്, വിഷയങ്ങൾ കിട്ടിയല്ലോ. സ്വാമിന്ന് സുമാരി എല്ലാം സ്വാമിക്ക് തരും. എന്നോട് പറയുകയാണ്, യു ഷുഡ് നോട്ട് ടച്ച് മണി ടിൽ യുവർ ഡെത്ത്. ഇന്നും നാളെയൊന്നുമല്ല, മരണം വരെ നീ പണം കൈകൊണ്ട് തുടരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് ബാക്കിയുള്ള വാക്കുകൾ എൻ്റെ കുടുംബത്തോട് സ്വാമി പറയുകയാണ്, ഡോണ്ട് ഗെറ്റ് വറീഡ്, ഐ ആം അഡോപ്റ്റിംഗ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്. എല്ലാം സ്വാമി പാത്തുക്കറേൻ, യോഗക്ഷേമം വഹാമ്യഹം. ഞാൻ നിങ്ങളെല്ലാവരെയും നോക്കിക്കൊള്ളാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ സെക്യൂരിറ്റിയും ഞാൻ തരാം, ഞാൻ നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു, അവനെ ഒരിക്കലും ദയവ് ചെയ്ത് നിങ്ങളിനി ഡിസ്റ്റർബ് ചെയ്യരുത്. എന്നിട്ട് വീണ്ടും എന്നെ കൂട്ടിപ്പിടിച്ച് സ്വാമി പറയുകയാണ്, സ്പിരിച്വലാ ഉയരണം, ഇനിയും സാധന പണ്ണുങ്കോ, മാൻ ഹാസ് ടു ബിക്കം എ സൂപ്പർമാൻ. മനുഷ്യാതീതനായിട്ട് ഉയരുവാൻ വേണ്ടി നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കിതിലപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് ലോകത്ത് നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് വേണ്ടത്? ഭഗവാൻ എന്നോട് നേരിട്ട് പറയുകയാണ്, പേര് വാണി ചൈതന്യ ഗുരു എന്നോ സന്യാസി എന്നോ ആശ്രമ ജീവിതമെന്നോ അല്ല അതിൻ്റെ പ്രത്യേകത. ഭഗവാൻ എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? Man has to become a superman. Man can alone become God. Nara can alone become Narayana. Jana can alone become Janardhana. ഇത് വേറെ ആർക്കും സാധിക്കുകയില്ല. ആ ഒരു അവതാര പുരുഷൻ ഈ ലോകത്തിൽ വന്നിട്ട് നമ്മളാരും അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അവതാരം വെറുതെ ആവുകയില്ലേ? അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിൻ താഴെ ഇറങ്ങി വരുന്നത് താഴെ ടിക്കറ്റ് എടുക്കുന്നവരെ കയറ്റി മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പ്ലെയിൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ കയറാൻ ആരും തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ പ്ലെയിൻ വന്നത് വെറുതെ ആവില്ലേ? അപ്പോൾ എൻ്റെ ഒരു കടമയാണ് അതിന് തയ്യാറെടുക്കുക. ഞാൻ തയ്യാറായിട്ടില്ല, പക്ഷെ തയ്യാറെടുക്കേണ്ട കടമ എൻ്റെതാണ്. ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കടമ എനിക്കുണ്ട്, അതിന് തയ്യാറെടുക്കേണ്ട കടമ എനിക്കുണ്ട്. ഇതെൻ്റെ ഉള്ളിൽ കിടന്ന് വിമിഷ്ടപ്പെടുകയാണ്. ഇത് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും എൻ്റെ അടുത്ത ആൾക്കാർക്കും ഞാൻ എത്രയോ വർഷങ്ങളോളമായി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPR നാഥൻ സാറിനെ പോലുള്ള ആൾക്കാർക്കറിയാം, എത്രയോ വർഷങ്ങളോളമായി ഞാൻ എൻ്റെ ഈ ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തോടല്ല, പല ആൾക്കാരോടും എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്നെ അറിയാത്ത പലരും എൻ്റെ ലക്ഷ്യം വേറെ എന്തെല്ലാം വിചാരിച്ച് എന്നെ ധാരാളം പലവിധ ക്രിറ്റിസിസങ്ങളും എനിക്കെതിരായിട്ടുണ്ട്. പക്ഷേ ഈ ക്രിറ്റിസിസങ്ങളൊക്കെ എനിക്ക് എന്നും പ്രോത്സാഹനമാണ്. ക്രിറ്റിസിസമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഭഗവാൻ സത്യസായിബാബ എത്ര പേർ ക്രിറ്റിസൈസ് ചെയ്യുന്നു? ക്രിറ്റിസിസമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. ക്രിറ്റിസിസത്തെ വെൽക്കം ചെയ്യാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. സ്വാമി പറയുന്നു, ഇഫ് യു സേ സംതിങ് യു വിൽ ബി ക്രിറ്റിസൈസ്ഡ്, ഇഫ് യു ഡു സംതിങ് യു വിൽ ബി ക്രിറ്റിസൈസ്ഡ്, ആൻഡ് ഇഫ് യു ആർ സംതിങ് യു വിൽ ബി ക്രിറ്റിസൈസ്ഡ്. ഇഫ് യു വാണ്ട് ടു അവോയ്ഡ് ക്രിറ്റിസിസം, ബെറ്റർ സേ നത്തിങ്, ബെറ്റർ ഡു നത്തിങ്, ആൻഡ് ബെറ്റർ ബി നത്തിങ്, ദെൻ യു ക്യാൻ അവോയ്ഡ് ക്രിറ്റിസിസം എന്നാണ്. ഒന്നും പറയാതെ, ഒന്നും ചെയ്യാതെ, ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നാൽ ലോകത്തിൽ ആരും ക്രിറ്റിസൈസ് ചെയ്യാണ്ടാവില്ല. വല്ലതും പറഞ്ഞാൽ, വല്ലതും ചെയ്താൽ, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കഴിവുണ്ടെങ്കിൽ നാനാഭാഗത്തും ക്രിറ്റിസിസം വരും. ഈ ക്രിറ്റിസിസത്തെ സ്വാഗതം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മളിലുള്ളതായ വ്യക്തിത്വം വികസിക്കുക.
അതിനാണ് നമുക്ക് വേണ്ടത്. സർവതന്ത്ര സ്വതന്ത്രമായിക്കൊണ്ട് ഉള്ളിരിക്കുന്നതായ നമ്മുടെ ദിവ്യത്വത്തെ മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ളതായ ഒരു ട്രയൽ. ഇതിനാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നത്. മാൻ ഹാസ് ടു ബിക്കം എ സൂപ്പർമാൻ. ഭഗവാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞു, അമീബയിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ച് അവസാനം കുരങ്ങായി മാറി, ആദിമ മനുഷ്യനായി മാറി, ഇന്നത്തെ മനുഷ്യനായി മാറി. ഡാർവിൻ തിയറിയാണ്. പക്ഷേ ഇന്നത്തെ മനുഷ്യനോടുകൂടി ഒരിക്കലും പരിണാമം നിൽക്കുന്നില്ല. ഡാർവിൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് പരിണാമം നിൽക്കുമോ? മനുഷ്യൻ വീണ്ടും പരിണമിച്ചാൽ ഇനി എന്തായി മാറണം? പരിണാമം താഴോട്ടല്ല, പരിണാമം മുകളിലോട്ടാണ്. മുകളിലോട്ട് പരിണമിച്ചാൽ എന്തായി മാറും? മനുഷ്യൻ പരിണമിച്ച് മനുഷ്യാതീതനായി മാറേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ലജ്ജയോടുകൂടി നാം നമ്മളോട് ചോദിക്കേണ്ടത്, നാം അതിന് ശ്രമിക്കുന്നുണ്ടോ? മനുഷ്യാതീതനായി മാറുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലാണ് ഞാൻ അടിപതറുന്നത്. അവിടെയാണ് എനിക്ക് പോരാ 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 എന്ന് തോന്നുന്നത്. എൻ്റെ ഗുരു എന്നോട് പറയുന്നു, മനുഷ്യാതീതനാവാൻ വേണ്ടി നീ ശ്രമിക്കുക എന്ന്. അപ്പോൾ എനിക്ക് ഇപ്പോഴും വിഷമമാണ്. ഈശ്വര, ഞാൻ എവിടെയും എത്തിയില്ലല്ലോ എന്ന്. ഈ 108 ദിവസമാകുമ്പോഴും ഇനി നാളെ ഒരു ദിവസം കൂടി കഴിയണ്ടേ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ. കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ ആ പാന്താവിലേക്ക് മാത്രമായിട്ട് ജീവിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഞാൻ എന്നർത്ഥം. അങ്ങനെ ഭഗവാൻ ആ മുറിയിൽ നിന്ന് നേരെ മറ്റേ മുറിയിലേക്ക് കിടന്നു. അടുത്ത മുറിയിലേക്ക് കിടന്നപ്പോൾ അവിടെ റഷ്യൻസൊക്കെ ധാരാളം ഇരിക്കുന്നു. ഈ റഷ്യൻസൊക്കെ ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് സ്വാമി റഷ്യൻസിനോട് ചോദിക്കുകയാണ്, ഡു യു നോ ദിസ് മാൻ? ആ റഷ്യൻസിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ റഷ്യൻസിന് എന്നെ അറിയുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് റഷ്യൻസിന് അറിയാൻ പറ്റുന്നത്? ഇത് പണ്ട് മിനിസ്റ്റർ ഗംഗാധരൻ എന്നെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ കൊണ്ടുപോയിട്ട് ഗംഗാധരൻ എന്നോട് മന്ത്രി കരുണാകരനോട് ചോദിക്കുകയാണ്, നാരായണൻകുട്ടീനെ അറിയുമോ എന്ന്. തിരിച്ച് എന്നോടല്ലേ ചോദിക്കേണ്ട, കരുണാകരനെ അറിയുമോ എന്ന് ചോദിക്കുന്നത്. അതിന് പകരം നാരായണൻകുട്ടീനെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കരുണാകരൻ പറഞ്ഞു, അറിയില്ലല്ലോ. അയ്യോ, നാരായണൻകുട്ടീനെ അറിയില്ലേ? എന്നാൽ പിന്നെ ഇനി നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിലാണ് ഭഗവാന്റെ ചോദ്യം. ഇയാളറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. റഷ്യൻസ് എങ്ങനെ എന്നെ അറിയുക? എനിക്ക് അവരെ അറിയില്ലല്ലോ. പക്ഷേ സ്വാമിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ വലിയൊരാളെ പരിചയപ്പെടുത്തുന്ന മാതിരിയാണ് സ്വാമി പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് സ്വാമി പറയുകയാണ്, സ്വാമി ഒരു കള്ളം പറഞ്ഞു. See, he takes only once in 2 days. He takes food only once in 2 days. ഞാൻ അന്ന് 24 മണിക്കൂറിലൊരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അത് സ്വാമി ഇരട്ടിയാക്കി. എന്നിട്ട് സ്വാമി ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇവൻ 2 ദിവസത്തിലൊരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന്. അത് ഭഗവാൻ കൂട്ടിപ്പറഞ്ഞതാണ്. ഉടനെ ആ റഷ്യൻസ് സ്വാമിയോട് ചോദിക്കുകയാണ്, ഈസ് ഹി എ സന്യാസി സ്വാമി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ മറുപടി എന്താ അറിയാമോ? സന്യാസീസ്, all sannyasis have become beggars. He is a beggar. സ്വാമി പറയുകയാണ്. ഇത് ആരുടെ സർട്ടിഫിക്കറ്റായെന്നുള്ളതാണ്. നമ്മളൊക്കെ തമ്മിൽ പറയുകയാണെങ്കിൽ പരിഹാസമായിരിക്കാം. അവതാര പുരുഷനാണെന്ന് നാവ് കൊണ്ട് പറയുന്നത് ഹീ ഈസ് എ ബിഗർ. എൻ്റെ ചുമതല എന്താ? ഇതിനെ എനിക്ക് ആശ്വീകരിക്കേണ്ടതുണ്ട്, ഇതിനെ എനിക്ക് എൻ്റെതാക്കി മാറ്റേണ്ടതുണ്ട്. ഈ വാക്കുകളെ എനിക്ക് പരിപൂർണമായിട്ടും ഇത് പാലിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഭഗവാൻ ഇല്ലാത്തൊന്ന് എന്നിൽ അന്ന് ആരോപിച്ചു. ഇനി എൻ്റെ കടമയാണ് ഭഗവാന്റെ ആ ആരോപണത്തെ എൻ്റെ ജീവിതമാക്കി മാറ്റേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ദിവസം ഒരു നേരം എന്നുള്ളത് മാറ്റി 2 ദിവസത്തിലൊരിക്കലാക്കി ഭക്ഷണം ഞാൻ വീണ്ടും കുറയ്ക്കുവാൻ നിർബന്ധിതനായി. കാരണം ഭഗവാൻ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് തന്നില്ലേ, പിന്നെ ഞാനത് മാറ്റിയില്ലെങ്കിൽ എന്താണ് അർത്ഥമുള്ളത്? പിന്നെ എൻ്റെ ചിന്താഗതി ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാണ്. നാം ഈ ആധ്യാത്മികമായ കുറേ കാലം എനിക്ക് ഉറപ്പില്ലായിരുന്നു. ആത്മീയത എന്ന് പറഞ്ഞത് ഒരു ദേഹപീഡനമാണ് എന്നുള്ള തോന്നലായിരുന്നു. നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ കണിക നാം ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോരുകയില്ല. പിന്നെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളിലും വെച്ച് സുഖം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് നാം അതിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നാം ഇപ്പോൾ ആസ്വദിക്കാത്തത്? നമുക്കിതുവരെ അത് ബോധ്യപ്പെട്ടിട്ടില്ല. എവിടെയോ ഒരു കണിക കടിച്ചോ എന്ന് എനിക്ക് സ്വപ്നത്തിലെങ്കിലും ഒരു സംശയം തുടങ്ങിയിരിക്കുന്നു. ഈ സംശയം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്, നാളെ ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നർത്ഥം. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുന്നു. കുടുംബജീവിതത്തോടു കൂടിയുള്ളതായ ആശ്രമ ജീവിതം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭാര്യയെയും കുട്ടികളെയൊക്കെ പലവരും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് എൻ്റെ ഭാര്യയും കുട്ടികളൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. അവരോടൊക്കെ സന്ധുബന്ധം ഇത്രാദികൾ ചെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ കാര്യം പോക്കാണ് കേട്ടോ, നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ഒരാളില്ല, അവരൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ പിരിമുറുക്കി ഞാൻ എൻ്റെ വേഷമൊന്ന് മാറ്റുന്നു, എൻ്റെ പേര് മാറ്റുന്നു. എൻ്റെ പേര് ഞാൻ മാറ്റിയത് കൊണ്ട് മറ്റുള്ളവർ മാറ്റണമെന്നില്ല.
എൻ്റെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, 12 വർഷമായി വാണി ചൈതന്യ എന്നുള്ള പേര്. എന്നെ ആരെങ്കിലും ഇത് വിളിക്കണ്ടോ? എന്നെ പേര് വിളിച്ച് നാരായണൻകുട്ടി എന്ന് വിളിക്കുന്ന എത്ര പേർ? അതുമാതിരി നാളെ ഇനി എൻ്റെ പേര് ഗുരു വാണി ചൈതന്യ യതി എന്നായാലും എന്നെ ആരൊക്കെ നാരായണൻകുട്ടി എന്ന് വിളിക്കുന്നുവോ അവരുടെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കും, എന്തേ വിളിച്ചത് എന്ന് ചോദിക്കും. ആർക്ക് വേണമെങ്കിലും എൻ്റെ പേര് എല്ലാ കാലത്തും എന്നെ വിളിക്കാം. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാൻ അറിയുന്ന ആൾക്കാർ ആരും എൻ്റെ പേര് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, ഒരു വ്യതിയാനം വന്നില്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ കളയേണ്ടതായിട്ട് വരും. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു കറുപ്പ് മുണ്ടെടുത്താൽ സമൂഹം അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തും. പിന്നെ മദ്യപിക്കാൻ അദ്ദേഹത്തെ വിളിക്കില്ല, മത്സ്യമാംസങ്ങൾ കഴിക്കാൻ അദ്ദേഹത്തെ വിളിക്കില്ല. കാരണം അറിയാം അദ്ദേഹം ശബരിമലയ്ക്ക് നോയമ്പെടുത്തിരിക്കുന്നു. ചെറിയൊരു വസ്ത്രധാരണത്തിനൊരു വ്യത്യാസം വന്നാൽ നാം ഇങ്ങനെ അനാവശ്യമായിട്ട് ബന്ധുമിത്രാദികൾ അവിടെയും ഇവിടെയും പോയിരുന്ന് വിവാഹങ്ങൾ അറ്റൻഡ് ചെയ്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പരദൂഷണം പറഞ്ഞ് വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. ഇതിൽ നിന്ന് നമ്മളെ സമൂഹം തന്നെ ഒന്ന് മാറ്റി നിർത്തിക്കോളും. ഈ ഒരു വേഷ സംവിധാനം കണ്ടാൽ അങ്ങേരഞ്ഞിപ്പോൾ ഇതിനൊന്നും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സമൂഹം തന്നെ നമ്മളെ ഒന്ന് മാറ്റി നിർത്തും. ഞാനതിന് ആഗ്രഹിക്കുന്നു. എന്നെ സമൂഹം അങ്ങനെയൊന്ന് മാറ്റി നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലെനിക്ക് എൻ്റെ സമയം മുഴുവൻ ആത്മീയമായ ചിന്തകളിലേക്ക് പോകുവാൻ കൂടുതലായി എനിക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ള കാരണത്താലാണ് ചെറിയൊരു വ്യതിയാനം. അതും കായ് വസ്ത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാമി എന്ന പേരിൽ എന്നെ വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ആഗ്രഹം ഭഗവാൻ പറഞ്ഞ പാന്താവിലൂടെ, പേരെന്ത് എന്നുള്ളതല്ല, ഭഗവാൻ പറഞ്ഞ പാന്താവിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് നിഷ്ഠകളുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തും ഓടി നടക്കുകയായിരുന്നു. പലപ്പോഴും 1 മാസം 2 മാസം കഴിയുമ്പോഴൊക്കെയാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഇടയ്ക്ക് ഞാൻ ട്രെയിനിലായിരിക്കും, ബസ്സിലായിരിക്കും, ബസ് സ്റ്റാൻഡിലായിരിക്കും, ട്രെയിനിനകത്ത് തന്നെ ബാത്റൂമിനടുത്ത് നിൽക്കുകയായിരിക്കും. എനിക്ക് നിഷ്ഠകളില്ല. ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുകയല്ലാതെ ശരിക്ക് കുളിക്കാൻ പറ്റുന്നില്ല, ദിനചര്യകൾ ചെയ്യാൻ പറ്റുന്നില്ല. 4 ഭാഗത്തും യാത്ര ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം നിർത്തിവെക്കണം. എനിക്ക് ദിനചര്യ വേണം. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പറയുന്ന ദിനചര്യകളൊന്നും എനിക്കില്ലാതിരുന്നാൽ പിന്നെ എന്തർത്ഥമുള്ളതിന്? ഞാനിങ്ങനെ ആ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊതുകടി കൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിഷ്ഠകൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടൊന്ന് സ്വസ്ഥമായിരിക്കാൻ, പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്ന് സ്വസ്ഥമായിരുന്നു കൊണ്ട് ഈശ്വര ചിന്തയിൽ മുഴുകിക്കൊണ്ട് ആശ്രമ ജീവിതം ആഗ്രഹിക്കുന്നു. ഭഗവാൻ സത്യസായി ബാബ ആശ്രമത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, കുറേ കാലമായില്ലേ ഈ ശ്രമം, ഇനി അത് നിർത്തിയിട്ട് ആശ്രമത്തിലേക്ക് വാ എന്നാണ്. അപ്പോൾ ഈ ശ്രമം നിർത്തിയിട്ട് ആശ്രമം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ്. ഭഗവാൻ ബാബ പറയും, ഇത് മാത്രമാണ് ആത്മീയതയും ഭൗതികയും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികത എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ്, കാണുന്നതൊക്കെ ഇതെന്താന്ന് അന്വേഷിക്കരുത്. ആത്മീയത എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്, അതെന്താണ് എന്ന് അന്വേഷിക്കലാണ് ആത്മീയത. ഈ ഒരു വ്യത്യാസം വരുത്തുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഈ ശ്രമം മതിയാക്കുകയാണ്. ഇനി കുറച്ചു കാലം ആ ശ്രമത്തിലേക്ക് പോവുകയാണ്. എന്താണ് അത് എന്ന് കണ്ടുപിടിക്കുവാനുള്ള ഒരു ശ്രമം, അതിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ഇതിനെ പരിപൂർണമായിട്ടും ഞാൻ കാണുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശ്രമ ജീവിതത്തിലേക്ക് ഇതെന്ന ഈ ചോദ്യവും ഇതിൻ്റെ വിഷയവുമായി ഒരുമിച്ച് വന്നതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഭഗവാൻ സത്യസായി ബാബ പരിപൂർണമായിട്ടും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാനിത് ആരോടും പറഞ്ഞു നടക്കാത്തത് കൊണ്ട് മാത്രമാണ്. നാളെ ഞാൻ ഇവിടെ വെച്ച് അണിയാൻ പോകുന്ന ഡ്രസ്സ് ഭഗവാൻ സത്യസായി ബാബയിൽ നിന്നും എനിക്ക് തന്ന ഡ്രസ്സാണ്. എങ്ങനെ തന്നു, ഇത് തന്നു ഞാൻ വിവരിക്കുന്നില്ല. കാരണം അത് ഇനിയും ഒരു വിവാദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം എൻ്റെ സംതൃപ്തിയുമായി ഞാനുമായി മാത്രം ഒതുങ്ങിയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള വസ്ത്രം നാളെ മാറ്റിക്കൊണ്ട് ആശ്രമത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുണ്ട്. ഞാനിങ്ങനെ വെറുതെ എന്ന് വരുമ്പോൾ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചു. പക്ഷേ എഴുതി വെച്ച അനുഭവങ്ങൾ ഒന്നും എനിക്ക് നിങ്ങളോട് പറയുവാൻ സമയമില്ല. എങ്കിലും ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഭാഷണം നിർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇന്നലെ ഞാനൊക്കെ എൻ്റെ മോട്ടോർ ബൈക്ക് അപകടത്തെപ്പറ്റിയൊക്കെ പറയുകയുണ്ടായി. ഇതുമാതിരി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ബാംഗ്ലൂരിൽ വെച്ച് വളരെ വലിയൊരു കാർ അപകടമുണ്ടായി. അന്ന് കാറ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ തൊട്ടടുത്ത് വൈഫ് ഇരിക്കുന്നു, ബാക്ക് സീറ്റിൽ എൻ്റെ അമ്മ ഇരിക്കുന്നു, ജ്യേഷ്ഠനിരിക്കുന്നു, ജ്യേഷ്ഠത്തിയമ്മ ഇരിക്കുന്നു. അംബാസഡർ കാറാണ്, അതുകൊണ്ട് ഒരാൾ കൂടി എക്സ്ട്രാ ഇരിക്കുക, മദറിലോ ഉണ്ട്. ഇപ്പോൾ ടൈറ്റാണ്, കാറിൽ ഫുള്ളായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ രാത്രി ഒരു 9 മണി 9:30 മണിയാകുമ്പോൾ രാംനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ എത്തുന്നത്.
ബാംഗ്ലൂരിൻ്റെയും മാണ്ഡ്യയുടെയും ഒക്കെ ഇടയിൽ വെച്ചിട്ട് ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഒരു ഐലൻഡ് വന്നു. അവിടെ എത്തുമ്പോൾ നാനാഭാഗത്തുനിന്നും ഇങ്ങനെ ലൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒന്നും കാണില്ല. ഒരു ഡയറക്ഷനിലൂടെ അങ്ങനെ പോകുകയെന്ന് മാത്രമേ ഉള്ളൂ, രാത്രിയല്ലേ. ഇനി ഞാൻ ആ ഐലൻഡിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു കാറ് 90 ഡിഗ്രിയിൽ ഒറ്റ തിരിയങ്ങ് തിരിച്ചു. ചെന്നൊരു ഇടിയാണ്. ഇടിച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എല്ലാം ബഹളമായി. ഇടിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ചില്ലുകളൊക്കെ തവിടുപൊടിയായി. എൻ്റെ വൈഫിൻ്റെ ദേഹത്തു നിന്നും ബാക്കിൽ മദർ ഇൻ ലോൻ്റെ ദേഹത്തു നിന്നും ഒക്കെ ഇങ്ങനെ രക്തം വീണുകൊണ്ടിരിക്കുന്നു. ജ്യേഷ്ഠനൊന്നും മിണ്ടുന്നില്ല. എൻ്റെ സ്റ്റെയറിങ് ഇങ്ങനെ 8 എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ വളഞ്ഞിട്ട് എൻ്റെ 2 കൈയും അതിനുള്ളിൽപ്പെട്ട് ഞാനിങ്ങനെ നെഞ്ചതിലിടിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഉറക്കെ സായിറാം 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 എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് റെഡിയായപ്പോൾ പുറമേ നിന്ന് ആൾക്കാർ കൂടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഇലക്ഷൻ കാലമാണ്. അവിടെ ഇങ്ങനെ ജനത എൻ്റെ കൊടിയും പറപ്പിച്ച് 2-3 കാറ് ഞങ്ങളുടെ ചുറ്റും വന്നു നിന്നു. അവർ ചവിട്ടിപ്പൊളിക്കുകയാണ് ഈ ഡോറ് തുറക്കാൻ വേണ്ടി. ഡോറ് ചവിട്ടിപ്പൊളിച്ച് എല്ലാവരും നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. പക്ഷേ എല്ലാവരുടെ ദേഹത്തും മുറിവുണ്ട്, രക്തം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ അമ്മയെ കാണാനില്ല. അപ്പോൾ അമ്മയെ എന്താ കാണാത്തതുള്ള പ്രശ്നത്തിൽ അമ്മ എവിടെ പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ അമ്മയ്ക്ക് തല ചെന്നൊരു സ്ഥലത്ത് ഇടിച്ചിട്ട് മാനസികമാകുന്ന നില തെറ്റിയിട്ട് അമ്മ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഏകദേശം ഒരു ഫർലോങ് ദൂരത്ത് അമ്മ രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ആരല്ലോ ഒരു സ്ത്രീ നടന്നു പോകുന്നു പറഞ്ഞു. അവിടെ പോയി അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അമ്മയെന്ന് വിളിച്ചപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ ആരാ? ബാംഗ്ലൂരടുത്ത് രാത്രി 10 മണിയായപ്പോഴേക്കും നീ ആരാ എന്നാ ചോദിക്കുന്നത്. ആകെ അപ്സെറ്റായി. എൻ്റെ ദേഹത്തും മുറിവുകളുണ്ട്. വൈഫും അവരുടെ മദറിലോ ഒക്കെ ഈ ചില്ലൊക്കെ തലയിൽ കുത്തിയിട്ട് ഇങ്ങനെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു. ബ്രദർക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്. പെട്ടെന്ന് ഈ ജനതാ ആൾക്കാർ അവരുടെ വണ്ടിയിൽ കയറ്റിയിട്ട് ഞങ്ങളെ തൊട്ടടുത്തുള്ളതായ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് അവരൊരു പ്രാഥമിക ശുശ്രൂഷയൊക്കെ തന്നു പറഞ്ഞു. ഒന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അമ്മയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ആവശ്യമാണ്, അമ്മയെ ഉറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മയെ ഇഞ്ചക്റ്റ് ചെയ്ത് ഉറക്കി. എന്നിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ല. അവിടെ താമസിക്കാൻ സൗകര്യമില്ലായപ്പോൾ അവിടുത്തെ തൊട്ടടുത്ത ഒരു ഡോക്ടർ വന്ന് നിങ്ങൾക്ക് TBയിലേക്ക് വേണമെങ്കിൽ മാറാം എന്ന് പറഞ്ഞു. ഞങ്ങൾ TBയിലേക്ക് മാറി. അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരു 12 മണി 1 മണിയാകുമ്പോൾ ഞങ്ങൾ TBയിലെത്തി. ഞങ്ങളൊക്കെ റഷ, എല്ലാവർക്കും വയ്യ. ഇപ്പോൾ കാറാകെ തവിടുപൊടിയായിരിക്കുകയാണ്. രാത്രി ഒരു 3 മണിയായപ്പോൾ വാതിലിനൊരാൾ മുട്ടുന്നു. വാതിലിന് മുട്ടിയപ്പോൾ ഞാൻ തന്നെ വാതിൽ തുറന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടർ രാമചന്ദ്രൻ, മലയാളിയാണ്. എനിക്കിവിടെ ശേഷസായി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ രാംനഗറിൽ. നിങ്ങൾ സായി ഭക്തന്മാരാണെന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നതാണ്. നിങ്ങൾ ഭഗവാനെ കാണാൻ പോവുകയാണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പോക്ക് വേണ്ടാച്ചോ? ഞാൻ പറഞ്ഞു, സാർ ഒന്നും അറിയില്ല, അമ്മ ഇങ്ങനെ ഉണർന്നിട്ടില്ല, പിന്നെ ഞങ്ങളൊക്കെ ക്ഷീണിതരാണ്, അതുകൊണ്ട് ആകെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ക്യാഷൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇത് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങളീ മടങ്ങി വരുന്ന വഴിക്ക് അന്നിവിടെ ഉണ്ടായിരുന്ന ശ്രീ ശങ്കരയ്യരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ മൈസൂരിൽ കല്യാണം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ കല്യാണത്തിന് ഇടാൻ വേണ്ടി എൻ്റെ ജ്യേഷ്ഠത്തിയമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മദർ ഇൻ ലോനും ഒക്കെ ഉള്ള പണ്ടം എല്ലാം കൂടി 100-200 ചില്ലാൻ പവൻ പണ്ടങ്ങൾ കാറിലൊരു ബാഗിൽ വെച്ചത് ചിന്തിച്ചിട്ടേയില്ല. അത് എടുത്തിട്ടുമില്ല, അത് എവിടെയാണ് അന്വേഷിച്ചിട്ടില്ല, അത് കാറ് കിടക്കുകയാണ്. പേഴ്സൊന്നും ആരും എടുത്തില്ല. എനിക്ക് എൻ്റെ പേഴ്സ് എവിടെയെന്നറിയില്ല, ഒന്നും അറിയില്ല, ആകെ എവിടെ പോയിന്നറിയില്ല. ഇദ്ദേഹം ഇത് ചോദിക്കുന്ന സമയത്താണ് ഇത് ഓർമ്മ വരുന്നത്. അയ്യോ, അതൊന്നും കാറിൽ നിന്ന് എടുത്തില്ലല്ലോ എന്നൊന്നും. ഉടനെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റിയിട്ട് ആ കാറ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അതെല്ലാം ആ പേഴ്സും ബാഗും ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു. ഭയങ്കര അത്ഭുതമാണ്. അല്ലെങ്കിൽ ഏറ്റവും അധികം കള്ളന്മാരുള്ള സ്ഥലം, അവിടെ ഇതൊന്നും നഷ്ടപ്പെടാതെ അതൊക്കെ തിരിച്ചു കിട്ടിയിട്ട് ഈ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ചെന്ന് ഇടിച്ച കാർ ഏതാണെന്നറിയാമോ? ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ കാറാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ഇടിച്ച കാറ് സർക്കിൾ ഇൻസ്പെക്ടർ കാറാണ്. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഒന്നും പറ്റിയില്ല, പക്ഷേ അവർ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പോലീസ് കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ഭാഷ അറിയില്ല, അന്യ നാട്ടിൽ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട, ഞാനെല്ലാം സഹായിക്കാം,
എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞങ്ങളെയൊക്കെ ഒന്നുകൂടി നോക്കി അദ്ദേഹം. എന്നിട്ട് പിന്നെ അമ്മയൊന്നും പ്രശ്നമില്ല, രാവിലെ ആകുമ്പോൾ അമ്മ ഉണർന്നോളെന്ന് പറഞ്ഞു. രാവിലെ 6 മണിയാകുമ്പോൾ അമ്മ ഏകദേശം ഉണരാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും വന്നു ഞങ്ങളെയൊക്കെ വീണ്ടും നോക്കി. എന്നിട്ട് അദ്ദേഹം എന്നെയും ജ്യേഷ്ഠനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് അദ്ദേഹം തന്നെ ജാമ്യം നിന്ന് ഞങ്ങളെ അതിന് റിലീസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി സമൻസ് വരുമ്പോൾ കോടതി മുഖാന്തരം നോക്കിയാൽ മതി, നിങ്ങളുടെ കാറ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടും എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടയച്ചു. അപ്പോൾ ഈ ഡോക്ടർ രാമേന്ദ്രൻ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളത് വിചാരിച്ചിട്ട് പോക്ക് ക്യാൻസൽ ചെയ്യണ്ട, യു ഗോ ടു പുട്ടപ്പർത്തി. അപ്പോൾ പറഞ്ഞു, അയ്യോ സാർ ഞങ്ങളിനി വാഹനമില്ല എന്ന് ആര് പറഞ്ഞു? എൻ്റെ വാഹനമുണ്ടല്ലോ, എനിക്ക് നല്ലൊരു വാനുണ്ട്, ആ വാനിൽ നിങ്ങളെ വിട്ടു തരാമല്ലോ, നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ വാനൊക്കെ ടാക്സി എടുത്ത് അവിടെ പോയി വരാൻ ഭയങ്കര സംഖ്യയാവും. അങ്ങനെ ആകെ വിഷമിച്ച് ഏതായാലും ഇദ്ദേഹം തരാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ബാംഗ്ലൂർ വരെ പോവുക, എന്നിട്ട് അവിടുന്ന് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലും ട്രെയിനിനൊക്കെ പോകാമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും ക്ഷീണമുണ്ട്, എങ്കിലും ഭഗവാനെ കാണാൻ പോയതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിൻ്റെ വാനിൽ കയറി ബാംഗ്ലൂരിലെത്തിയപ്പോൾ ഇദ്ദേഹമില്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ ഇനി വേറെ പോയിക്കോളാം. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, പറ്റില്ല, എനിക്കുള്ള ഇൻസ്ട്രക്ഷൻ നിങ്ങളെ പുട്ടപ്പർത്തി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പം ഞങ്ങൾ ഇതിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് തരണ്ടേ? എനിക്ക് പൈസ തരണ്ട, നിങ്ങളൊക്കെ ഡോക്ടർ രാമേന്ദ്രനോട് സംസാരിച്ചാൽ മതി, എനിക്ക് പൈസ ഒന്നും തരണ്ടെന്ന്. നമ്മളിനി ചെന്ന് പെട്ടതാണോ അറിയില്ല, എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് നമ്മൾ നേരെ ഭഗവാന്റെ അടുത്ത് പോയി. അപ്പോൾ സ്വാമി ഒന്നും കണ്ടതേ നടിച്ചില്ല. ഞാനൊക്കെ വിചാരിച്ചു വലിയൊരു അപകടം വരുമല്ലേ, എന്ത് പറ്റി മോനെ എന്നൊക്കെ പറഞ്ഞ് ഓടി വരും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഇങ്ങനെ എത്ര അപകടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നടോ എന്നുള്ള നിലയ്ക്ക് സ്വാമി കണ്ടതേ നടിച്ചില്ല. എൻ്റെ മുഖത്തേക്കും നോക്കിയില്ല, ജ്യേഷ്ഠൻ്റെ മുഖത്തും ഭാര്യ, ഞങ്ങൾ ആരും മുഖത്ത് നോക്കിയില്ല. ഞങ്ങൾ അങ്ങോട്ട് നന്നായി ദർശനം കിട്ടിയെന്നല്ലാതെ സ്വാമി അതൊന്നും കെയർ ചെയ്തേയില്ല. ഞങ്ങളേതായാലും സുഖമായി ദർശനം കിട്ടിയല്ലോ എന്ന് മടങ്ങി ഞങ്ങൾ തിരിച്ച് രാംനഗറിൽ വന്ന് ശേഷസായി ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല നിങ്ങൾ ടി വിയിൽ നിൽക്കും, ഞാൻ ഡോക്ടറെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു ഡ്രൈവർ. ഞങ്ങൾ ടി വിയിലിരുന്നു, ഡ്രൈവറെ ഡോക്ടറെയും കൂട്ടി വന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കല്യാണം നിങ്ങളിന്ന് കല്യാണം എൻ്റെ വാഹനം എടുത്ത് പോയിക്കോളൂ കല്യാണത്തിന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ല ഡോക്ടർക്ക് മലയാളിയാണല്ലോ, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഇത് ഭഗവാൻ അയച്ചാന്ന് വിചാരിച്ചോളൂ, ഞാൻ നിങ്ങളോട് പൈസ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ പോയി കല്യാണം അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ മൈസൂരിൽ വന്നു, ശ്രീ ശങ്കരയ്യരുടെ ബന്ധുവിൻ്റെ കല്യാണങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അവിടുന്നും ഡ്രൈവർ വിടുന്നില്ല, നിങ്ങളെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തിക്കുകയാണ് ഈ വാനിൽ. വീട്ടിലെത്തിച്ചിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് എന്താ പൈസ എന്ന് ചോദിക്കുമ്പോൾ പൈസ ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഇതെങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഒരാൾ ഇത്രയധികം, നമ്മളാരും ഇടയായിട്ട് ബന്ധുത്വമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്ത് പറ്റി എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മളെന്താ വിചാരിക്കുക, ഭഗവാൻ രക്ഷിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയി. ഞങ്ങളിത് എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇങ്ങനെയാണെന്ന് എല്ലാവരോടും പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സമൻസ് കിട്ടി. കോടതിയിൽ നിന്ന് സമൻസ് കിട്ടി, ഉടനെ അറ്റൻഡ് ചെയ്യണം, കേസാണ് കാര്യങ്ങളാണെന്ന് പറഞ്ഞ് സമൻസ് കിട്ടി. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കേസ് വാദിക്കണം. പ്രത്യേകിച്ചും CIൻ്റെ കാറ് മുട്ടിച്ചതല്ല, കേസ് വാദിച്ച് എന്തെങ്കിലും ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ശ്രീ PC രാമേന്ദ്രമേനോൻ അവരുകളെ ഞങ്ങൾ കണ്ടിട്ട് ഇവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനൊരു എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറ്റക്കാരൊന്നുമല്ലല്ലോ, നമുക്ക് ഇവിടുന്ന് ഒരു മറുപടി അയക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മറുപടി എഴുതി മറുപടി അങ്ങ് അയച്ചു. മറുപടി അയച്ചിട്ട് പറഞ്ഞു, ഈ സമൻസ് ഡേ നിങ്ങൾ അവിടെ പോയി ഹാജരാവണം കേട്ടോ എന്ന് പറഞ്ഞു. എന്തോ ചില കാരണത്താൽ ആ ഡേയിൽ ഹാജരാവാൻ പറ്റിയില്ല. ഹാജരാവാൻ പിന്നെ എന്താ വരുന്നത്, അറസ്റ്റ് വാറണ്ടാണ് വരുന്നത്. അറസ്റ്റ് വാറണ്ടൊന്നും വരുന്നും കാണാനില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ കാർ എന്തായി എന്നറിയാൻ വേണ്ടി ഏതായാലും പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുക, അവിടെ പോയി. അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്താ ഇത്ര വരെയായിട്ട് വരാത്തത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് പിന്നെ കോടതി കേസുകളല്ലേ. കോടതി കേസൊക്കെ പണ്ടേ വിട്ടുമല്ലോ, കോടതി കേസൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ കോടതി കേസ് വിളിക്കുന്നത്, ഞങ്ങളിവിടെ സമൻസ് വന്ന് ഹാജരായിട്ടില്ലല്ലോ, കോടതിയൊക്കെ നിങ്ങളെ കേസൊക്കെ വിട്ടിരിക്കുന്നു, അതൊന്നും പ്രശ്നമുള്ള കാര്യം, നിങ്ങൾ കാറെടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ചോദിച്ചു, ശേഷസായി എന്ന ഡോക്ടറുടെ ശേഷസായി ക്ലിനിക്ക് ഏതാ, ഡോക്ടർ രാമേന്ദ്രൻ്റെ ക്ലിനിക്ക് ഏതാ? അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറയും, അങ്ങനെ ഒരു ഡോക്ടറും ഒന്നും ഇവിടെ ഇല്ലല്ലോ. പക്ഷേ അദ്ദേഹം നിങ്ങളുടെ ബുക്കിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ഞങ്ങൾക്ക് ജാമ്യം എടുത്തു തന്നത്.
അവരാ രേഖ മുഴുവൻ നോക്കിയിട്ടും അങ്ങനെ ഒരു ഡോക്ടറില്ല, അങ്ങനെ ഒരു ഡോക്ടർ ഒപ്പിട്ടിട്ടില്ല, അങ്ങനെ ഒരു ഡോക്ടറുമില്ല. രാമനഗർ മുഴുവൻ ഞങ്ങൾ തിരിഞ്ഞു കളിച്ച് നോക്കി, അങ്ങനെ ഒരു ഡോക്ടറേ ഇല്ല, അങ്ങനെ ഒരാളുമില്ല, ക്ലിനിക്കുമില്ല, ഒന്നുമില്ല, കേസുമില്ല, യാതൊന്നുമില്ല. സുഖമായിട്ട് മറ്റൊരു വാഹനത്തിൽ നമ്മുടെ വാഹനവും കയറ്റി നമ്മളിങ്ങ് പോരുകയാണ്. അപ്പോൾ പരിപൂർണമായിട്ടും ഭഗവാൻ ബാബയല്ലാതെ വേറെ ആരും രക്ഷിക്കാമല്ലോ. ഇങ്ങനെ ഇല്ലാത്ത ഡോക്ടർ, ഇല്ലാത്ത ക്ലിനിക്ക്, ഇല്ലാത്ത പേരൊക്കെ പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ടുപോയി. ഇത് ഞാൻ ഒരാൾ മാത്രമല്ല ഇത് അനുഭവിക്കുന്നത്, എൻ്റെ കുടുംബം മുഴുവൻ അനുഭവിക്കുകയാണ്, ഭാര്യയും അമ്മയും എല്ലാവരും അനുഭവിക്കുകയാണിത്. അപ്പോൾ ഒരാളുടെ മാത്രം അനുഭവമല്ല, ഒരു കുടുംബം ഒന്നിച്ച് ഭഗവാന്റെ ഒരു അത്ഭുത ലീല അനുഭവിക്കുകയാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞ മാതിരി ഇതെല്ലാം കാര്യമാക്കാതെ അങ്ങനെ പോയി. ഭഗവാൻ രക്ഷിച്ചു, ഭഗവാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ് കാര്യമാക്കാതെ പോയി. ഒരു ദിവസം വീണ്ടും പുട്ടപ്പർത്തിയിൽ പോയി ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ വന്നു. ഭഗവാൻ വന്നിട്ട് പണ്ട് മോട്ടോർ ബൈക്കിൻ്റെ പൈസ ചോദിച്ചത് മാതിരി ടാക്സി ചാർജ് ഇറുക്ക കയ്യിൽ എന്ന് ചോദിച്ചു സ്വാമി. ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു അത്, കാരണം എനിക്കിതിനു മുമ്പുണ്ടായ അനുഭവമായതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ചതായിരുന്നു. അപ്പോൾ ഉടനെ ഞാൻ ഭഗവാന്റെ കാക്കൽ നമസ്കരിച്ചു. എന്നൊക്കെ പാദം നമസ്കരിക്കാൻ പാടുള്ള സമയമായിരുന്നു. ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. സ്വാമി പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തി തരികയാണ്, നിന്നെ ഞങ്ങളാണ് രക്ഷിച്ചത്, ഞാനാണ് രക്ഷിച്ചത് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയാണ്. ആപദ്ബാന്ധവനായിരിക്കുന്ന ഭഗവാൻ എത്ര ദൂരത്താണെങ്കിലും ശരി നമ്മളെ വന്ന് രക്ഷിക്കുമെന്നുള്ളതിന് ഇതിലപ്പുറം ഞാൻ എന്താ നിങ്ങളുടെ മുമ്പിൽ തെളിവ് വയ്ക്കേണ്ടത്? ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന നിരാകാര രൂപത്തിൽ നിന്നും നരാകാര രൂപം കൊണ്ടുകൊണ്ട് ഈ കലികാലത്ത് നമ്മുടെ ഇടയിൽ അവതരിച്ചുകൊണ്ട് സർവ മാനവരെയും ആത്മീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിലൂടെ മാനവനെ മാധവനാക്കുവാൻ വേണ്ടി വന്ന ഒരു പൂർണ്ണ അവതാരമാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അവസാനം എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. വേറെ ഒന്നും മനസ്സിലായിട്ടുമില്ല. എത്ര തന്നെ നാം ശ്രമിച്ചാലും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവതാര പുരുഷനായിക്കൊണ്ട് ഭഗവാൻ ബാബ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുന്നു. ഭഗവാൻ ബാബ പറയുന്നു, നിങ്ങളിത് കേട്ട് ആരും ഭഗവാൻ ബാബയെടുത്ത് പോകണമെന്നില്ല, ഭഗവാൻ ബാബയെ ഭജിക്കണമെന്നില്ല, ഭഗവാൻ ബാബയെ ഗുരുവാക്കണമെന്നില്ല. നിങ്ങൾ ഏത് പേര് വിളിച്ചാലും അത് ചെന്നെത്തുന്നത് ഭഗവാനിലേക്കാണ്. സ്വാമി ആവർത്തിച്ച് പറയുന്നു, ഓൾ ദ നെയിംസ് ആർ മൈൻ ആൻഡ് ഓൾ ദ ഫോംസ് ആർ മൈൻ. എല്ലാ നാമങ്ങളും ഭഗവാൻ്റെതാണ്, എല്ലാ രൂപങ്ങളും ഭഗവാൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവനെ വിട്ട് നിങ്ങൾ ഭഗവാൻ സത്യസായി ബാബത്തേക്ക് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഓടിച്ചെല്ലണമെന്ന് ഭഗവാൻ സത്യസായി ബാബ പറയുന്നില്ല. ഭഗവാൻ സത്യസായി ബാബ പറയുന്ന ഇതെല്ലാം കേട്ട് നിങ്ങളുടെ ഗുരുവിൽ ഉറച്ചു വിശ്വസിക്കുക. എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ 100 ഇരട്ടി നിങ്ങളുടെ ഗുരുവിലൂടെ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഏതൊരു വ്യക്തിയും അവനവൻ്റെ ഗുരുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ധാരാളമില്ല. 1926 നവംബർ 23 ഭഗവാൻ സത്യസായി ബാബ ജനിക്കുന്നതിന് മുമ്പും ഇവിടെ ഈശ്വരനുണ്ട്. 96 വർഷം കഴിഞ്ഞാൽ ഭഗവാൻ സത്യസായി ബാബ ഇവിടുന്ന് പോകും, അതിന് ശേഷവും ഇവിടെ ഈശ്വരനുണ്ടാകും. ഈശ്വരൻ എന്ന് പറയുന്നത് 96 വർഷത്തെ മാത്രമുള്ള ഒരേർപ്പാടൊന്നുമല്ലല്ലോ. ലോകമുള്ള കാലം മുതൽക്ക് ലോകാവസാനം വരെ നിൽക്കുന്ന ആ ഈശ്വരൻ പല രൂപത്തിലും പല നാമത്തിലും ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്നല്ലാതെ ഈശ്വരൻ ഏകമാണ്. ഏവം സത് വിപ്ര ബഹുധ വദന്തി, ഒന്നായ സത്യം പലതായി നമ്മുടെ മുമ്പിൽ കാണുന്നു എന്ന് മാത്രം. ഇന്ന് അവസാനത്തെ ദിവസമായതുകൊണ്ട് അല്പനേരമെങ്കിലും ഒരു ധ്യാന പരിശീലനത്തോടുകൂടി അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ നിർത്തുകയാണ്. നാളെയും അല്പനേരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഭാഷണത്തിന് എത്തുന്നതാണ്. നാളെ വൈകുന്നേരം നേരത്തെ വരണം എല്ലാവരും. കൃത്യം 5 മണിക്ക് ഇവിടെ പരിപാടി തുടങ്ങേണ്ടതുണ്ട്. 4:45 ഷിർദി സായി ടെമ്പിളിൽ നിന്നും ഇങ്ങോട്ട് ഘോഷയാത്രയായിട്ടാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് എന്നെ അനുഗ്രഹിക്കണം, എന്നെ ആശീർവദിക്കണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. നേരത്തെ തന്നെ എല്ലാവരും ഇവിടെ എത്തണം. 4:30 മണിക്ക് ചാലപ്പുറം ഭഗവാൻ ശ്രീ സത്യസായി സേവാ സമിതിയുടെ ഭജന ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. 4:30 മണിക്ക് തന്നെ അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി എല്ലാവരും ഇവിടെ എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പുതുതായി വന്നവർ ദയവ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്ന ബുക്കിൽ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇതുപോലുള്ള വല്ല ആത്മീയ പരിപാടികളുമുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ആരാധ്യ പുരുഷനും അവതാര പുരുഷനുമായ ഭഗവാൻ സത്യസായി ബാബയ്ക്ക് മാത്രമായി പോകുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ എല്ലാ വാക്കുകളെയും പുഷ്പങ്ങളായി സമർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് വളരെ കുറച്ച് സമയം, ഒരു 5 നിമിഷം മാത്രം
ഒരു ധ്യാനത്തിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് ഇന്ന് പിരിയാവുന്നതാണ്. പ്രകാശ ധ്യാനത്തിലേക്ക് 5 നിമിഷം.